നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് പഠിക്കാൻ പോകണം. നെക്സ്റ്റ് ടൈപ്പ് ഈസ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ. സിമെട്രി എന്നുള്ള വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം വീട്ടിലൊരു ഗേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു പൂച്ചട്ടി വെച്ചാൽ അപ്പുറത്തും അതേപോലെ ഒരു പൂച്ചട്ടി വെക്കില്ലേ? സിമെട്രി. അപ്പോൾ ഇല എടുത്താൽ ഇലയുടെ അപ്പുറത്തും ഒരേപോലെ ഉണ്ടാവില്ലേ? സിമെട്രി. യു നോ സംതിങ് അബൌട്ട് സിമെട്രി. സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ആൾക്ക് ഇപ്പം എ ഒരു സെറ്റാണ്, ഒരു റിലേഷൻ ആർ ഡിഫൈൻ ചെയ്തു എയിലത്തെ ഒരാൾക്ക് ബി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എയിലത്തെ ഒരു എലമെൻ്റാണ് എയിലത്തെ വേറൊരു എലമെൻ്റാണ് ബി. അപ്പോൾ എയിലത്തെ ഒരു എലമെൻറ്റിന് ബി ആയിട്ട് ഒരു ബന്ധമുണ്ട് വിചാരിച്ചോളൂ. അതേ ബന്ധം ബിക്ക് എ ആയിട്ടും ഉണ്ടെങ്കിൽ വി കോൾ ദാറ്റ് റിലേഷൻ ആസ് സിമെട്രിക്. അപ്പോൾ എ ആർ ബി ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? ബി ആർ എയും ഉണ്ടാവണം. അപ്പോൾ ഇതാണ് സിമെട്രിക് റിലേഷൻ്റെ ഐഡിയ. Whenever A is related to B, you must have B is related to A. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ അതേ ബന്ധം ബിക്ക് എ ആയിട്ടും ഉണ്ടാവണം. ഇതിൽ ഓരോ വേർഡും ശ്രദ്ധിക്കണേ. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബിക്ക് എ ആയിട്ടും അതേ ബന്ധം ഉണ്ടാവണം. അതേ ബന്ധം ഉണ്ടായാൽ പോരാ, അതേ ബന്ധം ഉണ്ടാവണം. ഇപ്പം ഒരു ബ്രദറും സിസ്റ്ററും ആണെങ്കിൽ ബ്രദറിന് സിസ്റ്ററിനോടുള്ള ബന്ധമല്ലല്ലോ സിസ്റ്ററിന് ബ്രദറിനോടുള്ളത്. മനസ്സിലുണ്ടോ? ഇപ്പം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഭർത്താവിന് ഭാര്യനോടുള്ള ബന്ധമല്ലല്ലോ തിരിച്ചുള്ളത്. മനസ്സിലുണ്ടോ? അച്ഛനും മകളും ആണെങ്കിൽ മകൾക്ക് അച്ഛനോടുള്ള ബന്ധമല്ലല്ലോ തിരിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതേ ബന്ധം എന്നുള്ളതിന് ഈ അർത്ഥമുണ്ട്. അതേ ബന്ധം ഉണ്ടാവണം. ഇവിടുന്ന് അങ്ങോട്ട് എന്താണോ ബന്ധം അതേ ബന്ധം അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവണം. Then we say relation is symmetric. അതാണ് ഐഡിയ. അപ്പോൾ സിമെട്രിക്കിൻ്റെ ഡെഫിനിഷൻ എന്താണ്? A relation R defined on A is said to be symmetric if whenever A is related to B, then B is related to A. That means A or B implies B or A. Or ഇത് നമുക്ക് ഇങ്ങനെയും പറയാം, എ ബി ആറിലുള്ള അവസരങ്ങളിലൊക്കെ എന്തുണ്ടാവണം? ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ല, ആർ എന്ന് പറഞ്ഞാൽ റിലേഷനാണ്. എ ബി ആറിൽ ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബി എ ആറിലുണ്ടാവും. എ ബി ആറിൽ ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബി എ ആറിലുണ്ടാവും. ദെൻ വി സേ റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്. ഇസ് ഇറ്റ് ഓക്കെ? റൈറ്റ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വിൽ ഡിസ്കസ് സം എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പണ്ടത്തെ എക്സാമ്പിൾ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിളിൽ തന്നെ നമ്മൾ എല്ലാം കൂടി സാച്ചുറേറ്റ് ആക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി ഓഫ് ദാറ്റ്. എന്തായിരുന്നു പണ്ടത്തെ എക്സാമ്പിൾ? ഓർമ്മയുണ്ടോ? എ ഇസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടോ ആ എക്സാമ്പിൾസ്? ഒന്ന് ആ എക്സാമ്പിൾ പൊടിയായിട്ട് എടുക്കൂ. എന്താണ്? കുറച്ചും പേരേ ഉള്ളൂ. രണ്ടില്ല വരയുണ്ടായിരുന്നു. L1, ഇവിടെ ഒരു L2 ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഒരു L3 ഉണ്ടായിരുന്നു. നമുക്ക് ധാരാളം എക്സാമ്പിൾ പഠിക്കാം. പക്ഷേ പഠിക്കുമ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് പഠിക്കാം, ബേസിക് എക്സാമ്പിൾസ്. അതിൻ്റെ മുകളിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് എ? 3 ആൾക്കാരേ ഉള്ളൂ. L1 ഒരു വരയാണ്, L2 ഒരു വരയാണ്, L3 വേറൊരു വരയാണ്. 3 വരകളുണ്ട്. എന്തൊക്കെയാണ് ബന്ധങ്ങൾ? L1 L2 പാരലാണ്, L3 L1നോടും L2നോടും പെർപെൻഡിക്കുലറാണ്. ഇതാണ് പണ്ടത്തെ പോലെ തന്നെ. ഓക്കെ, സപ്പോസ് യു ആർ ഡിഫൈനിങ് ഈസ് പാരലൽ ടു, പണ്ടത്തെ പോലെ തന്നെ ഈസ് പാരലൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, അറിയാലോ വാട്ട് ഇസ് ദ റിലേഷൻ? ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്യുക റോസ്റ്റർ ഫോമിൽ അല്ല സെറ്റ് ബിൽഡർ ഫോമിൽ. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ഇസ് പാരലൽ ടു വൈ. എക്സ് ഒരു വരയാണ്, കാരണം എ പറയുന്ന സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസ് ആണ്. അപ്പോൾ എക്സ് ഒരു വരയാണ്, വൈയും ഒരു വരയാണ്. ചിലപ്പോൾ അതേ വര അല്ലേ, ചിലപ്പോൾ അതേ വരയാവാം. ഈ വൈ അതേ വരയാവാം, വേറെ വരയാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ L1 L2 L3 3 വരകളാണുള്ളത്. ഓക്കെ, എക്സ് ഇസ് പാരലൽ ടു വൈ. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന്, അറിയില്ലേ? റൈറ്റ്. എന്തൊക്കെയാണ് ഉണ്ടാവുക? വാട്ട് ഇസ് ആർ? നോക്കൂ, ആർ എന്താ? നമ്മൾ കണ്ടതാണ്, ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരുന്നു. എന്തൊക്കെയാണ് ഉണ്ടാവുക? L1 L1 ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് ഞാൻ സ്പീഡിൽ പറയട്ടെ. L2 L2 ഉണ്ടാവും, L3 L3 ഉണ്ടാവും. പിന്നെയോ
ഇതെന്തായാലും ഉണ്ടാവും. L1 L1നോട് പാരലാണ് അല്ലേ, എല്ലാ ലൈനും ആ ലൈനിനോട് പാരലാണ്. അപ്പം അയ്യോ സോറി ഈസ് പാരലൽ ടു ആണെങ്കിൽ ഉണ്ടാവില്ലേ, L1 L2 ഉണ്ടാവും, L1 L1 ഉണ്ടാവും, L2 L2 ഉണ്ടാവും, L3 L3 ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക, ഈസ് പാരലൽ ടു ആണെങ്കിൽ L1 L2 ഉണ്ടാവും, L2 L1 ഉണ്ടാവും അല്ലേ, L1 L2 ഉണ്ടാവും, L2 L1 ഉണ്ടാവും. അപ്പം ഇത് റിഫ്ലെക്സീവ് ആവുന്നതിൻ്റെ കാരണം എന്താ, നമ്മൾ കണ്ടതാണ്. റിഫ്ലെക്സീവ് ആവുന്നതിൻ്റെ കാരണം ഇവരുള്ളതുകൊണ്ടാണ് അല്ലേ, റിഫ്ലെക്സീവ് ആവുന്നതിൻ്റെ കാരണം ഇവരുള്ളതുകൊണ്ടാണ്. സിമെട്രിക് ആവുന്നതിൻ്റെ കാരണം എന്താ, സിമെട്രിക്കിന് ഈ കാരണം കൊണ്ടല്ല, ഈ ചുവന്ന മാർക്കിട്ട സാധനം കൊണ്ടല്ല സിമെട്രിക് ആവുന്നത്, അല്ല റിഫ്ലെക്സീവ് സിമെട്രിക് ആവുന്നത് ഇതുകൊണ്ടാണ്. കൻ യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാട്ടോ? കണ്ടോ, അതാണിത്. L1 L2 ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്തുണ്ടാവണം, L2 L1 ആയിട്ട് ബന്ധം ഉണ്ടാവണം. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ തിരിച്ചും ബന്ധം ഉണ്ടാവണം. വി സേ കണ്ടോ, L1 L2 ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ L2 L1 ആയിട്ടും ബന്ധം ഉണ്ടാവണം. അപ്പം അതാണ് ഈ റിലേഷൻ. കണ്ടോ, എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കൊളോക്കിയലായിട്ട് പറയാം, രണ്ട് വരകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ രണ്ട് വരകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇതിനോട് പാരലാണെങ്കിൽ ഇത് ഇതിനോട് പാരലായിരിക്കും. അപ്പം L1 ഈസ് പാരലൽ ടു L2, L2 വിൽ ബി പാരലൽ ടു L1 ഓൾസോ. അപ്പോൾ അതുകൊണ്ട് ദേ ആർ സിമെട്രിക്. അപ്പം ഈസ് പാരലൽ ടു എന്ത് റിലേഷനാണ്, റിഫ്ലെക്സീവ് ആണ്. ഈസ് പാരലൽ ടു എന്ത് റിലേഷനാണ്, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ഈസ് റിഫ്ലെക്സീവ് ആസ് വെൽ ആസ് സിമെട്രിക്. മനസ്സിലാട്ടോ? അപ്പോൾ റിഫ്ലെക്സീവിൻ്റെ കാര്യം നമ്മളിപ്പോൾ മറന്നേക്കാം. ഈസ് പാരലൽ ടു ഈസ് സിമെട്രിക്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്താ, വാട്ട് ഇസ് ദ എക്സാമ്പിൾ ഓഫ് എ സിമെട്രിക് റിലേഷൻ? ഈസ് പാരലൽ ടു in the set of straight lines. Is parallel to in the set of straight lines is reflexive. Is symmetric. Sorry. And so is parallel to in the set of straight lines is symmetric. Okay. Reflexive ആണ് അത്, പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സിമെട്രിക് ആയതുകൊണ്ട് അത് സിമെട്രിക്കും ആണ്. Now, suppose you are defining is perpendicular to. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. സപ്പോസ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു, ഈസ് പെർപെൻഡിക്കുലർ ടു, കാണുന്നുണ്ടോ അത്, ഈസ് പെർപെൻഡിക്കുലർ ടു. അങ്ങനെയാകുമ്പം വാട്ട് ഈസ് ആർ, കൻ യു റൈറ്റ് ആർ ഇൻ ദ റോസ്റ്റർ ഫോം? ഒന്ന് പറയൂ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം L1 L3 ആയിട്ട് ബന്ധമുണ്ട്, L2 L3 ആയിട്ട് ബന്ധമുണ്ട്, തിരിച്ചും ബന്ധമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ L1 L3 ഉണ്ട്, L1 L3 ഉണ്ട്, L2 L3 ഉണ്ട്, പിന്നെയോ തിരിച്ചുകൊണ്ട് പറയുമ്പോൾ L3 L1 ഉണ്ട്, പിന്നെ L3 L2 ഉണ്ട്. ഇസ് ഇറ്റ് ഓക്കെ? L1 L3 ആയിട്ട് ബന്ധമുണ്ട്, കണ്ടോ, L1 L3 ആയിട്ട് ബന്ധമുണ്ട്, തിരിച്ചുമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബന്ധം ഉള്ളപ്പോഴൊക്കെ തിരിച്ചുമുണ്ട്. L2 L3 ആയിട്ട് ബന്ധമുണ്ട്, തിരിച്ചുമുണ്ട്. അപ്പം L1 L3 ആയിട്ട് ബന്ധമുണ്ട്. നോക്കൂ, L1 L3 ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്താ നോക്കേണ്ടത്? L1 L3 ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്താ നോക്കേണ്ടത്? L3 L1 ആയിട്ട് ബന്ധമുണ്ട്, ഓക്കെയാണ്. പിന്നെ L2 L3 ആയിട്ട് ബന്ധമുണ്ട്, നോക്കൂ, L3 L2 ആയിട്ട് ബന്ധമുണ്ട് കേട്ടോ. എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബിക്ക് എ ആയിട്ട് ബന്ധമുണ്ട്. ദെൻ വി സേ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, അല്ല സിമെട്രിക്. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബിക്ക് എ ആയിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് വി സേ റിലേഷൻ ഇസ് സിമെട്രിക്. വാട്ട് ഇസ് സിമെട്രിക് റിലേഷൻ? ഇത് എല്ലാവർക്കും ഉണ്ടാവണ്ട, എല്ലാ ജോഡിയും ഉണ്ടാവണമെന്നില്ല. ഇതുണ്ടെങ്കിൽ ഇതുണ്ടാവണം. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണമെന്നേ ഉള്ളൂ. എല്ലാ എ ബിയും ബി എ ഉണ്ടാവണമെന്നില്ല. അപ്പം ഈ കേസിൽ നോക്കൂ, എല്ലാ എ ബിയും ബി എ ഉണ്ടാവണമെന്നില്ല, L1 L2 എല്ലാവരും ഉണ്ടാവണമെന്നില്ല. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ തിരിച്ച് ബന്ധം ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. Is it okay? Right. Now, വേറൊരു എക്സാമ്പിൾ കൂടി പറയാം നമുക്ക്. വേറൊരു എക്സാമ്പിൾ. അപ്പോൾ ഈസ് പെർപെൻഡിക്കുലർ ടു. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ? വാട്ട് ഇസ് ദ സെക്കൻഡ് എക്സാമ്പിൾ? ഈസ് പെർപെൻഡിക്കുലർ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. ഈസ് സിമെട്രിക്. ഇത് സിമെട്രിക് ആണ്. ഈസ് സിമെട്രിക്. ഇത് ഈസ് സിമെട്രിക്. Is parallel to in the set of straight lines is symmetric.
is perpendicular to in the set of straight lines is symmetric. Is it okay? Right. Now, അപ്പം നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് പറയാം. ഇപ്പം രണ്ട് കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ, ഒരേ ഹൈറ്റ് ആണെങ്കിൽ ബന്ധമുണ്ട്. ഇസ് ഇറ്റ് സിമെട്രിക്? ഒരേ ഹൈറ്റ് ഉണ്ട്, ഇയാളും ബന്ധമുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരേ ബന്ധം ഉണ്ടാവും, അതേ ബന്ധം ഉണ്ടാവും. കാരണം ഈസ് ഒരേ ഹൈറ്റാണ്. എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ ബിക്ക് എ ആയിട്ട് ബന്ധമുണ്ടാവും. അപ്പോൾ ദേ ആർ ഓഫ് സെയിം ഹൈറ്റ്. 2 students in this class are related if they are of same height. Is it symmetric? Yes. 2 students of a class are related if they are having same weight. Is it symmetric? Yes. കാരണം എന്താ, ഇയാൾക്കും ഒരേ തൂക്കാണ്, ഇയാൾക്കും ഒരേ തൂക്കാണ്. പക്ഷേ 2 students of this class are related if they are brothers. If they are brothers, കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ള ക്ലാസ് വെച്ചോളൂ. അപ്പം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുണ്ട്, ഇത് ആൺകുട്ടിയാണ്, ഇത് പെൺകുട്ടി വെച്ചോളൂ. അപ്പം ദേ ആർ ബ്രദേഴ്സ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബന്ധമായിരിക്കില്ല തിരിച്ചുള്ള ബന്ധം. മനസ്സിലുണ്ടോ? തിരിച്ചുള്ള ബന്ധം വേറെ ആയിരിക്കും. അപ്പം ഒരു ബ്രദറും ഇതാ ഈ പച്ചയുള്ളത് ആൺകുട്ടിയും ഇതുള്ളത് പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പം ഈ കുട്ടിക്ക് ഇങ്ങോട്ടേക്കുള്ള ബന്ധമുണ്ട്. എന്താ? ഷീ ഈസ്, അതായത് ബ്ലാക്ക് ഈസ് എ സിസ്റ്റർ ഓഫ് ഗ്രീൻ അല്ലേ? ബ്ലാക്ക് ഈസ് എ സിസ്റ്റർ ഓഫ് ഗ്രീൻ. പക്ഷെ തിരിച്ചു വരുമ്പോഴോ ഗ്രീൻ ഈസ് എ ബ്രദർ ഓഫ് ബ്ലാക്ക് നൗ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈസ് എ സിസ്റ്റർ ഓഫും, ഇങ്ങോട്ട് വരുമ്പോൾ ഈസ് എ ബ്രദർ ഓഫ് ആവും. അപ്പോൾ അതേ ബന്ധമല്ല. അതുകൊണ്ട് ഈസ് എ ബ്രദർ ഓഫ്. ഇഫ് യു കൺസിഡർ എ സെറ്റ് ഓഫ് എ ബോയ് ആൻഡ് എ ഗേൾ ആണെങ്കിൽ ഈസ് എ ബ്രദർ ഓഫ് എന്തല്ല? സിമെട്രിക് അല്ല. പക്ഷേ രണ്ടും ബ്രദേഴ്സ് ആണ് വെച്ചോളൂ, രണ്ടും ആൺകുട്ടികളാണ് വെച്ചോളൂ, ഈസ് എ ബ്രദർ ഓഫ് എന്താണ്? സിമെട്രിക് ആണ്. രണ്ടും പെൺകുട്ടികളാണ് വെച്ചോളൂ, അപ്പോൾ ഈസ് എ സിസ്റ്റർ ഓഫ് എന്താണ്? റിഫ്ലെക്സീവ് ആണ്, അല്ല സിമെട്രിക് ആണ്. ഈസ് എ ബ്രദർ ഓഫ് റിഫ്ലെക്സീവ് ആണോ? അല്ല, കാരണം യു ആർ നോട്ട് എ ബ്രദർ ഓഫ് യുവർ സെൽഫ്. യു ആർ നോട്ട് എ ബ്രദർ ഓഫ് യുവർ സെൽഫ്. ഈസ് എ സിസ്റ്റർ ഓഫ് റിഫ്ലെക്സീവ് ആണോ? അല്ല, യു ആർ നോട്ട് എ സിസ്റ്റർ ഓഫ് യുവർ സെൽഫ്. പക്ഷേ ഈസ് എ ബ്രദർ ഓഫ് രണ്ടും ആൺകുട്ടികളാണെങ്കിൽ സിമെട്രിക് ആണ്. ഈസ് എ സിസ്റ്റർ ഓഫ് രണ്ടും പെൺകുട്ടികളാണെങ്കിൽ സിമെട്രിക് ആണ്. പക്ഷേ ഒരു ആണും ഒരു പെണ്ണും ആണെങ്കിൽ ഈസ് എ ബ്രദർ ഓഫ് സിമെട്രിക് അല്ല. ഒരു ആണും ഒരു പെണ്ണും ആണെങ്കിൽ ഈസ് എ സിസ്റ്റർ ഓഫ് സിമെട്രിക് അല്ല. ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ഓക്കെ. അപ്പോൾ സിമെട്രിക്കിൻ്റെ ഐഡിയ എന്താ? എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ സിമെട്രിക് റിലേഷൻ. ഓക്കെ, എക്സാമ്പിൾസ് മനസ്സിലായി? എന്തൊക്കെയാ? ഇൻ എ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ഈസ് പാരലൽ ടു ഈസ് സിമെട്രിക്. In the set of all straight lines is perpendicular to is symmetric. Is parallel to is symmetric. Is perpendicular to is symmetric. Okay. Then where counter examples നോക്കാം. Can you give counter examples of this symmetric relation? Symmetric relation ആവാത്ത examples. എപ്പോഴും നമുക്ക് 2 എക്സാമ്പിൾസും 2 കൗണ്ടർ എക്സാമ്പിൾസും പറയാം. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് ക്ലാരിറ്റി വരും. കൗണ്ടർ എക്സാമ്പിൾസ്. വാട്ട് ആർ ദ കൗണ്ടർ എക്സാമ്പിൾസ്? നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ ഈക്വൽസ്, നമ്മൾ പണ്ടത്തെ എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ, എ ഈക്വൽസ് 1, 2, 3 and you are defining a relation R equals set of all xy's such that x is less than or equal to y. x, y belongs to A. നമ്മൾ കണ്ടതാണ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? യെസ്, റിഫ്ലെക്സീവ് ആണ്. എനിവേ വിൽ ഡിസ്കസ് അബൌട്ട് സിമെട്രിക്. ഈ റിലേഷൻ സിമെട്രിക് ആണോ എന്നാ ചോദ്യം. ഈസ് ദിസ് റിലേഷൻ സിമെട്രിക്? എന്താ നോക്കേണ്ടത്? നമ്മൾ സിമെട്രിക്കിന് എന്താ നോക്കേണ്ടത്? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവും. നോക്കാം നമുക്ക്. ഈ റിലേഷൻ ഒന്ന് പറയൂ. എപ്പോഴും റോസ്റ്റർ ഫോമിൽ എഴുതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുന്നതെന്ന് വെച്ചാൽ തുടക്കത്തിൽ റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നിങ്ങൾക്ക് നോക്കൂ, ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ തിരിച്ചിടാൻ പറ്റുമോ? ഇപ്പോൾ 2 ഇസ് നമുക്ക് ഒരു നമ്പർ A is less than or equal to B. Does that imply B is less than or equal to A? No. അതുകൊണ്ട് generally what you can say less than or equal to is not symmetric. അല്ലേ? അപ്പോൾ നോക്കാം, നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് നോക്കാം. വാട്ട് ഇസ് R? ഒന്ന് R പറയൂ. നമ്മൾ കണ്ടതാണ് R എങ്ങനെ എഴുതാം. എന്താണ്? 1, 1 ഉണ്ടാവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? 1, 1 ഉണ്ടാവും. 2, 2 ഉണ്ടാവും. 3, 3 ഉണ്ടാവും. പിന്നെ 1, 2 ഉണ്ടാവും. 1, 3 ഉണ്ടാവും. പിന്നെ 2, 3 ഉണ്ടാവും. കഴിഞ്ഞോ? 1, 2 ഉണ്ടാവും. 2, 3 ഉണ്ടാവും. കഴിഞ്ഞില്ലേ? 1, 2, 1, 3, 2, 3 കഴിഞ്ഞില്ലേ? റൈറ്റ്. ദിസ് ഇസ് ഡിഫൈൻഡ്. ഇതാണ് റിലേഷൻ. ഈ സെറ്റ് ബിൽഡർ ഫോമിൻ്റെ റോസ്റ്റർ ഫോമാണിത്. നോക്കൂ, 1, 1, 2, 2, 3, 3 ഓക്കെ ആണത്. 1, 1 ഉണ്ട്, തിരിച്ചിട്ടാ 1, 1 ഉണ്ട് ആണ്. ഇവിടെ കണ്ടോ 1, 2 ഉണ്ട്. നോക്കൂ, 2, 1 എവിടെയെങ്കിലും ഉണ്ടോ നോക്കൂ, ഇല്ല. അപ്പോൾ 1, 2 ഉണ്ടെങ്കിൽ 2, 1 ഉണ്ടാവണം. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. ദെൻ ഓൺലി റിലേഷൻ സിമെട്രിക്. പക്ഷേ ഇവിടെ നോക്കൂ, 1, 2 ഉണ്ട്, പക്ഷേ 2, 1 ഇല്ല. 1, 3 ഉണ്ട്, 3, 1 ഇല്ല. ഒരാളില്ല കഴിഞ്ഞാൽ മതി, സിമെട്രിക് അല്ല. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക്. അപ്പോൾ ഇത് സിമെട്രിക് ആവാതിരിക്കാൻ കാരണം എന്താ പറയൂ? വാട്ട് ഇസ് ദ റീസൺ?
എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ ഉണ്ടാവും. ജസ്റ്റിഫൈ യുവർ ആൻസർ അല്ലേ. ഈസ് ഇറ്റ് സിമെട്രിക്? ജസ്റ്റിഫൈ. അപ്പോൾ വാട്ട് ഇസ് ജസ്റ്റിഫിക്കേഷൻ? റീസൺ. വാട്ട് ഇസ് ദ റീസൺ? 1 2 is an element. 1 2 belong to R, but 2 1 does not belongs to R. എല്ലാം പറയണ്ട, ഒരാൾക്ക് പ്രശ്നം ഉണ്ടായാൽ മതി. എ ബി ഉള്ളപ്പം ബി എ ഇല്ല പറഞ്ഞ് ബാക്കിയെല്ലാം വെരിഫൈ ചെയ്യണ്ട. അപ്പോൾ 1 2 ഉണ്ട്, ശരിയാണ്. 1 3ക്ക് 3 1 ഇല്ല, 2 3ക്ക് 3 2 ഇല്ല, ശരിയാണ്. അതുകൊണ്ടൊക്കെയാണ് സിമെട്രിക് ആവാത്തത്. പക്ഷെ പറയേണ്ട കാര്യമില്ല. എന്താ, ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സിമെട്രിക് അല്ല. എപ്പോഴെങ്കിലും എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ ബിക്ക് എ ആയിട്ട് ബന്ധമുണ്ടാവണം. ദെൻ ഓൺലി വി കോൾ ഇറ്റ് സിമെട്രിക്. അതുകൊണ്ട് ഇത് സിമെട്രിക് ആവാതിരിക്കാൻ കാണുന്നത് 1 2 ആറിലുണ്ട്, പക്ഷെ 2 1 ആറിൽ ഇല്ല. അതുകൊണ്ട് ആർ ഇസ് നോട്ട് സിമെട്രിക്. റീസൺ മനസ്സിലായല്ലോ? റൈറ്റ്. അപ്പോൾ കൗണ്ടർ എക്സാമ്പിൾ മനസ്സിലായി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് നോട്ട് സിമെട്രിക്. ഇസ് ഇറ്റ് ക്ലിയർ? നൗ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. വേറൊരു എക്സാമ്പിൾ വിൽ ഡിസ്കസ് അനദർ എക്സാമ്പിൾ. സിമെട്രിക് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ, കൗണ്ടർ എക്സാമ്പിൾസ്. ഇത് കൗണ്ടർ എക്സാമ്പിൾസ് ആണ്. കൗണ്ടർ എക്സാമ്പിൾസ് എന്താ? കൗണ്ടർ എക്സാമ്പിൾസ് പറഞ്ഞാൽ സിമെട്രിക് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾസ്, കൗണ്ടർ എക്സാമ്പിൾസ്. അപ്പോൾ ആദ്യത്തെ കൗണ്ടർ എക്സാമ്പിൾ എന്തായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമെട്രിക് അല്ല. ലെസ് ദാൻ ഈക്വൽ ടു റിഫ്ലെക്സീവ് ആണ്, പക്ഷെ ലെസ് ദാൻ ഈക്വൽ ടു സിമെട്രിക് അല്ല. നൗ വേറൊരു എക്സാമ്പിൾ ഇതന്നെ ആയിക്കോട്ടെ. എ ഈക്വൽസ് 1 2 3 ഡിഫൈൻ ചെയ്യണം. എപ്പോഴും സെറ്റ് പറയണം, നല്ല നടക്കുള്ളൂ. എ ഈക്വൽസ് 1 2 3 എന്നുള്ള സെറ്റിലാണ് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യണം. എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് വൈ. എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് വൈ. എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് വൈ. കേട്ടിട്ടുണ്ടാവും ഫാക്ടർ. x comma y belongs to A. X is a factor of y. Factor എന്ന് നമുക്കറിയാം. 2 is a factor of 4. 3 is a factor of 6. 10 is a factor of 100. എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കറിയാം 10 is a factor of 100. Can you say 100 is a factor of 10? No. Can you say 10 is a factor of 10? Yes. 2 is a factor of 2? Yes. 2 is a factor of 4? Yes. 4 is a factor of 2? No. That's a concept. അതാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. അപ്പോൾ എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് ആണ് ഡെഫിനിഷൻ. കെൻ യു റൈറ്റ് ആർ ഇൻ ദ റോസ്റ്റർ ഫോം? അപ്പോൾ വാട്ട് ഇസ് എ കൺക്ലൂഷൻ? ഈസ് എ ഫാക്ടർ ഓഫ് എന്ത് റിലേഷൻ ആണെന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്യൂ. ഈസ് എ ഫാക്ടർ ഓഫ് 2 is a factor of 2. എവറി നമ്പർ ഇസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. പക്ഷേ 2 is a factor of 4 ആണ് ആണെങ്കിൽ 4 ഫാക്ടർ ഓഫ് 2 അല്ല. അതുകൊണ്ട് എന്താ അല്ല? സിമെട്രിക് അല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈസ് എ ഫാക്ടർ ഓഫ് ഡിഫൈൻ ചെയ്താൽ എന്താ വരിക നോക്കുക. 1 1 ഉണ്ടാവും. There will be 1 1. പിന്നെ 2 2 ഉണ്ടാവും. കാരണം 2 is a factor of 2. 3 3 ഉണ്ടാവും. because 3 is a factor of 3. പിന്നെ 1 2 ഉണ്ടാവും. സോ ഇത് ചെയ്യുന്നുണ്ട് 1 is a factor of 2. ശരിയാണ്. 1 2 ഉണ്ടാവും. 1 2 ഉണ്ടാവും. 1 3 ഉണ്ടാവും. 1 2 ഉണ്ടാവും. 1 3 ഉണ്ടാവും. 1 2 ഉണ്ടാവും. 1 3 ഉണ്ടാവും. പിന്നെ 2 1 ഉണ്ടാവില്ല. 2 is not a factor of 1. 2 2 ഉണ്ടാവും. എഴുതി നമ്മൾ 2 3 ഉണ്ടാവില്ല. 2 is not a factor of 3. 2 is not a factor of 3. അപ്പോൾ അത് ഉണ്ടാവില്ല. There ends a matter. കഴിഞ്ഞു. But this is the relation. Can you understand this? First one is a factor of the second one. X is a factor of y ആണെങ്കിൽ മാത്രമാണ് ബന്ധം ഉണ്ടാവുക. അപ്പോൾ നോക്കൂ 1 1 2 2 3 3 ഉണ്ട്. അതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. എനിവേ വി ആർ നോട്ട് ഡിസ്കസിങ് റിഫ്ലെക്സീവ് റിലേഷൻ. നോക്കൂ 1 1 2 ഉണ്ട്. പക്ഷേ എന്തില്ല? 2 1 ഇല്ല. അപ്പം നോ ഇസ് ആൻസർ. ഈസ് ദാറ്റ് റിലേഷൻ റിഫ്ലെക്സ് സിമെട്രിക് ചോദിച്ചാൽ നോ ആണ് ആൻസർ. എന്താ കാരണം? 1 2 ഉണ്ട്, പക്ഷേ തിരിച്ചില്ല. 1 2ൻ്റെ ഫാക്ടറാണ്, പക്ഷേ 2 1ൻ്റെ ഫാക്ടർ അല്ല. അതുകൊണ്ട് 1 നോ ഇസ് ആൻസർ. വാട്ട്സ് ദ റീസൺ? ഒന്നാലോചിക്കൂ റീസൺ. 1 2 ബിലോങ്സ് ടു ആർ, ബട്ട് 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഹെൻസ് ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക്. അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം സിമെട്രിക്കിൻ്റെ. ഞാൻ ഒരു വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. നമുക്ക് ആ സിമെട്രിക്കിൻ്റെ പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് എ ഈക്വൽസ് 1 2 3. സപ്പോസ് യു ആർ ഡിഫൈനിങ് എ റിലേഷൻ ആർ ഈക്വൽസ് ജസ്റ്റ് 1 1. വെറുതെ 1 1 മാത്രം ഡിഫൈൻ ചെയ്തു. വെറുതെ 1 1. ഈസ് ദാറ്റ് എ റിലേഷൻ ഓൺ എ? എ എന്നുള്ള സെറ്റിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ ആണത്? യെസ്. കാരണം എന്താ?
എ ക്രോസ് എയുടെ സബ്സെറ്റിൽ ഒരാളാണ്. എ ക്രോസ് എയിൽ 9 എലിമെൻറ്റ്സ് ഉണ്ടാവും, അതിലൊരാളാണ് ആർ. അത് റിലേഷനാണ്. ഈസ് ദാറ്റ് റിലേഷൻ റിഫ്ലെക്സീവ്? ഇവിടെ പോസ് ചെയ്യുക, ആൻസർ പറയുക. ഈസ് ദാറ്റ് റിലേഷൻ റിഫ്ലെക്സീവ്? ഈസ് ദാറ്റ് റിലേഷൻ റിഫ്ലെക്സീവ്? ഈസ് ഇറ്റ് റിഫ്ലെക്സീവ്? ഈസ് ആർ റിഫ്ലെക്സീവ്? ആൻസർ നോ ആണ്. എന്താ റീസൺ? 2 does not belong to R. 3 does not belongs to R. I think you understood this. ഞാൻ റിഫ്ലെക്സീവിനെ പറ്റിയിട്ടല്ല പറയണത്, സിമെട്രിക്കിനെ പറ്റിയിട്ടാണ് പറയണത്. റിഫ്ലെക്സീവിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് റിഫ്ലെക്സീവ് അല്ല, കാരണം 2 ഇല്ല, 3 ഇല്ല. വി ആർ നോട്ട് നൗ കൺസേൺ വിത്ത് റിഫ്ലെക്സിവിറ്റി. ഓക്കെ, നൗ വിൽ ഡിസ്കസ് സിമെട്രിക്. ഈസ് ആർ സിമെട്രിക്? വാട്ട് ഈസ് യുവർ ആൻസർ? പോസ് ഇറ്റ് നൗ ആൻഡ് തിങ്ക്. R is symmetric. R is symmetric ആണോ എന്നാണ് ചോദ്യം. R equals 1 1. Is R symmetric? ഇതാണ് ചോദ്യം. R symmetric ആണോ എന്നാണ് ചോദ്യം. നോക്കൂ, 1 1 ഉണ്ട്. 1 1 തിരിച്ചിട്ടാൽ എന്താ? 1 1 അല്ലേ? 1 1 ഉണ്ട്, അത് തിരിച്ചിട്ടാൽ എന്താണ്? 1 1 അല്ലേ? അപ്പോൾ അതുകൊണ്ട് 1 1 ഉണ്ട്, രണ്ടും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ 1 1 belong to R implies 1 1 belongs to R. Therefore yes, it is symmetric. It is symmetric because 1 1 belongs to R. You can also say 1 1 belongs to R. അപ്പോൾ 1 1 തിരിച്ചിട്ടാലും 1 1 ആണ്. അപ്പോൾ യെസ് ആണ്, സിമെട്രിക് ആണ്. റൈറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. അടുത്ത ഐഡിയ, അടുത്ത ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെ നമുക്ക് ലേശം ഒന്ന് ട്രാൻസ്ഫോം ചെയ്തു. 1 2. ഇസ് ഇറ്റ് റിഫ്ലെക്സീവ്? ഇത് റിഫ്ലെക്സീവ് ആണോ? ഞാൻ റിഫ്ലെക്സീവ് ഡിസ്കസ് ചെയ്തുകൊണ്ട് റിഫ്ലെക്സീവിൻ്റെ എക്സാമും കൂടി ഇതിൻ്റെ കൂടെ വെറുതെ ഡിസ്കസ് ചെയ്യാം, ഞാൻ എഴുതുന്നില്ല. ഇത് റിഫ്ലെക്സീവ് ആണോ വെച്ചാൽ അല്ല. കാരണം എന്താ? 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. വി ഹാവ് ഡിസ്കസ് ദാറ്റ്. Is it symmetric? Is it symmetric? You just think about it. Is it symmetric? R is 1 2. Is it symmetric? No is the answer. Why no? 1 2 ഉണ്ട്. നോക്കൂ, സിമെട്രിക്കിൻ്റെ ഐഡിയ എന്താ? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ 1 2 ഉണ്ട്, 1 2 ഉണ്ട്, പക്ഷേ എന്തില്ല? 2 1 ഇല്ല. 2 1 ഇല്ല. 1 1 ആറിലുണ്ട്. You must not regard R as real numbers. R is relation. അപ്പോൾ 1 1 1 2 belongs to R and 2 1 is not belonging to R. ഇവിടെ 2 1 ഇല്ല, അതുകൊണ്ട് അത് റിഫ്ലെക്സ് സിമെട്രിക് അല്ല. ഇറ്റ്സ് നോട്ട് സിമെട്രിക്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ 1 2ൻ്റെ കൂടെ ഒരു 2 1 കൂടി ഉണ്ടായിരുന്നു വിചാരിക്കാം. Is it symmetric? ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? 1 2ൻ്റെ കൂടെ 2 1 കൂടി ഉണ്ട്. Is it symmetric? ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? Yes, because 1 2 is there, 2 1 is there, it is symmetric. Yes. അതിൻ്റെ അർത്ഥം എല്ലാവരും ഉണ്ടാവണമെന്നില്ല. 1 3 3 1 2 3 3 2 ഉണ്ടാവണമെന്നില്ല. 1 2 ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം A equals 1 2 3 അല്ലേ? മറ്റേ റിഫ്ലെക്സീവ് റിലേഷനിൽ എല്ലാവരും ഉണ്ടാവണം. സിമെട്രിക്കിന് അതിൻ്റെ ആവശ്യമില്ല. 1 2 ഉണ്ടെങ്കിൽ എന്ത് ചെക്ക് ചെയ്താൽ മതി? തിരിച്ചിട്ടുള്ള ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 2 3 3 2 ഉണ്ടോ, 1 3 3 1 ഉണ്ടോ എന്ന് നോക്കണ്ട. ഓഫ് കോഴ്സ് 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടോ എന്ന് നോക്കുക. ഇറ്റ് ഈസ് യെസ്. ഇതിപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ വെച്ചോളൂ. 1 2 2 1 1 3. ഇസ് ഇറ്റ് സിമെട്രിക്? ഒന്ന് പറയൂ എൻ്റെ ആൻസർ. 1 2 2 1 1 3. ഇസ് ഇറ്റ് സിമെട്രിക്? നോ ആണ് ഉത്തരം. കാരണം എന്താ? 1 2 ഓക്കെ 2 1 ഉണ്ട്, പക്ഷെ എന്താ 1 3ക്ക് ആരില്ല? 3 1 ഇല്ല. അപ്പോൾ ആൻസർ ഇസ് നോ. വൈ? വാട്ട് ദ റീസൺ? 3 1 ഇസ് നോട്ട് ബിലോങ്ങിങ് ടു ആർ. കാരണം 3 1 ആറിലുണ്ട്, 3 1 ആറിലുണ്ട്, പക്ഷേ അല്ല 1 3 ആറിലുണ്ട്, 1 3 ആറിലുണ്ട്, പക്ഷേ 3 1 ആറിലില്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല. യു ഗോട്ട് ഇറ്റ് റൈറ്റ്. അപ്പം സിമെട്രിക്കിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. വേറൊരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സട്ടിലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സിമെട്രിക്കിന് അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. വിൽ ഡിസ്കസ് എക്സാമ്പിൾസ് ലേറ്റർ. ഇങ്ങനെ പതുക്കെ നമുക്ക് എക്സാമ്പിൾസ്, പ്രോബ്ലത്തിൽ കൂടി എക്സാമ്പിൾസ് പറയാം. ഓക്കെ. അപ്പോൾ സിമെട്രിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താ? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ തിരിച്ചിട്ടുള്ള ബന്ധം ഉണ്ടാവണം. ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ആ സിമെട്രിയുടെ കാര്യം ക്ലോസ് ചെയ്യാം. സപ്പോസ് യു ഹാവ് എ റിലേഷൻ ലൈക്ക് ദിസ്. A equals 1, 2, 3. A is 1, 2, 3. Suppose you are defining a relation equals null set. Is that relation reflexive? ഈ ആറ് റിഫ്ലെക്സീവ് ആണോ? അല്ല. ഈസ് ഇറ്റ് എ റിലേഷൻ? ഇത് റിലേഷൻ ആണോ? എ ക്രോസ് എയുടെ സബ്സെറ്റ് നിങ്ങൾക്കറിയാം, ഏത് സെറ്റിനും നൾ സെറ്റ് സബ്സെറ്റാണ്. അപ്പം ഇത് എ ക്രോസ് എയുടെ സബ്സെറ്റാണ്.
അപ്പോൾ അതുകൊണ്ട് അത് റിലേഷനാണ്. വാട്ട് ഈസ് എ റിലേഷൻ? എനി സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ഇസ് റിലേഷൻ ഫ്രം എ ടു എ ക്രോസ് ബി ആണ് റിലേഷൻ ഫ്രം എ ടു ബി ആണ്. അപ്പോൾ ഇത് റിലേഷൻ ആണോ ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് എ റിലേഷൻ. ഈസ് ഇറ്റ് റിഫ്ലെക്സീവ് ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? A equals 1, 2, 3. Is this relation reflexive ചോദിച്ചാൽ വാട്ട്സ് യുവർ ആൻസർ? നോ എന്നാണ് ഉത്തരം. എന്താ കാരണം? 1, 1 ഇല്ല, 2, 2 ഇല്ല, 3, 3 ഇല്ല. അതുകൊണ്ട് ഇതെന്താ? എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. 1, 1 2, 2 3, 3 നിർബന്ധമാണ് റിഫ്ലെക്സീവിന്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് അല്ല. ചോദ്യം, ഈസ് ദിസ് സിമെട്രിക്? ഒന്ന് ആലോചിക്കുക. ഈസ് ദിസ് റിലേഷൻ സിമെട്രിക്? ഇവിടെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ഈസ് ദിസ് റിലേഷൻ സിമെട്രിക്? ഇതാണ് ചോദ്യം. എന്താ സിമെട്രിക്കിൻ്റെ ഡെഫിനിഷൻ? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ തിരിച്ചിട്ടുള്ള ബന്ധം ഉണ്ടാവാം. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ തിരിച്ചിട്ടുള്ള ബന്ധം ഉണ്ടാവാം. ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവാം. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലെ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവേണ്ടു. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലെ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവേണ്ടു. ഇനി എക്ക് ബി ആയിട്ട് ബന്ധമില്ലെങ്കിൽ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. മനസ്സിലാവട്ടോ? വെനെവർ എ ഈസ് റിലേറ്റഡ് ടു ബി, that should imply B is related to A. That means if A is not related to B, there is no need for B being related to A. മനസ്സിലാവണ്ടോ? അപ്പോൾ ഇവിടെ ആരും ഇല്ല അതിൽ. അപ്പോൾ ആർക്കും ആരോടും ബന്ധമില്ല. അതുകൊണ്ട് തിരിച്ച് ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ആർ എന്നുള്ള സെറ്റിൽ ആരുമില്ല. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ആരോടും ബന്ധമില്ല. ആർക്കും ആരോടും ബന്ധമില്ലെങ്കിൽ തിരിച്ച് ബന്ധം ഉണ്ടാവേണ്ട. ആർക്കും ആരോടും ബന്ധം ഉണ്ടാവേണ്ട. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബന്ധം ഉണ്ടെങ്കിലേ അവിടുന്ന് ഇങ്ങോട്ട് ബന്ധം ഉണ്ടാവേണ്ടു. സിമെട്രിക്കിൻ്റെ ഐഡിയ അതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ബന്ധം ഉണ്ടെങ്കിൽ അതേ ബന്ധം അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവണം. അപ്പോഴാണ് സിമെട്രിക്ക് പറയുക. ഇവിടെ എന്താ വെച്ചാൽ ആർക്കും ആരോടും ബന്ധമില്ല, ഒരാളും ഇല്ല അതിൽ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബന്ധമില്ല, അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് സിമെട്രിക്. This is a very, very important idea. Null set is symmetric. A relation null set defined on any set is a symmetric relation. Reflexive allade, പക്ഷേ symmetric ആണ്. It is symmetric. അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് സിമെട്രിക്കിന്. അപ്പം we'll discuss that in problems. അപ്പോൾ what is symmetric relation? എന്താ symmetric relation? Whenever A is related to B, then B should be related to A. Then we call the relation as symmetric relation. Okay, now we'll go to clearly right. Yes, now we'll be discussing transitive relation. Now what is transitive relation? എന്താണ് transitive relation എന്ന് പറഞ്ഞാൽ? ട്രാൻസിറ്റ് വിസ എന്ന് കേട്ടില്ലേ? ട്രാൻസിറ്റീവ് അതേ അർത്ഥം തന്നെയാണ്. ട്രാൻസിറ്റീവ് എന്നുള്ള ആ ട്രാൻസ്മിഷൻ ഡിസീസ്, വളരെ പകർച്ചവ്യാധിക്കൊക്കെ അങ്ങനെ പറയില്ലേ? ട്രാൻസിഷൻ, ട്രാൻസ്ഫർ ഒക്കെ ട്രാൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇവിടെ when do we say a relation R is transitive? Definition പറയാം. If R is a relation on A, we call R as transitive if മൂന്ന് ആൾക്കാർ എടുത്തോളൂ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ട്, അതേ ബന്ധം ബിക്ക് സി ആയിട്ടും ഉണ്ടെങ്കിൽ, എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ടും അതേ ബന്ധം ഉണ്ടെങ്കിൽ അതേ ബന്ധം എക്ക് സി ആയിട്ടുണ്ടാവും. then we say relation is transitive. എന്താ റിലേഷൻ? എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ടും ബന്ധമുണ്ടെങ്കിൽ അതേ ബന്ധം, ഈ ബന്ധങ്ങളൊക്കെ സെയിം ആവണം. എക്ക് ബി ആയിട്ടുള്ള ബന്ധം ബിക്ക് സി ആയിട്ടുള്ള ബന്ധം സെയിം ആണ്. അതേ ബന്ധം എക്ക് സി ആയിട്ടും ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ട്രാൻസിറ്റീവ്. എന്താ റിലേഷൻ പറയാം? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുക, വീണ്ടും ബിക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവുക. അത് ഇംപ്ലൈ ചെയ്യണം. എന്ത് ഇംപ്ലൈ ചെയ്യണം? എക്ക് സി ആയിട്ടുള്ള ബന്ധം ഇംപ്ലൈ ചെയ്യണം. We say a relation R is transitive if whenever A is related to B and B is related to C, you must have, that should imply A is related to C. Is it okay?
ഏറ്റവും നല്ല കൗണ്ടർ എക്സാമ്പിൾ ആദ്യം പറയാം, എഴുതുന്നില്ല ഞാൻ. ഏറ്റവും നല്ല കൗണ്ടർ എക്സാമ്പിൾ പറയാം. എ ഈസ് എ ഫ്രണ്ട് ഓഫ് ബി, ബി ഈസ് എ ഫ്രണ്ട് ഓഫ് സി. ഡസ് ഇറ്റ് ഇംപ്ലൈ എ ഈസ് എ ഫ്രണ്ട് ഓഫ് സി? എ ഈസ് എ ഫ്രണ്ട് ഓഫ് ബി, ബി ഈസ് എ ഫ്രണ്ട് ഓഫ് സി. Can you say always A is a friend of C? Not necessary. അല്ലേ? എ ബിയുടെ ഫ്രണ്ടാണ്, ബി സിയുടെ ഫ്രണ്ട് ആണെങ്കിൽ എ സിയുടെ ഫ്രണ്ട് ആവണമെന്നൊന്നുമില്ല അല്ലേ? അപ്പം ഈസ് എ ഫ്രണ്ട് ഓഫ് ട്രാൻസിറ്റീവ് അല്ല. പിന്നെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഈസ് എ മദർ ഓഫ്, ഈസ് എ മദർ ഓഫ്, എ ഈസ് എ മദർ ഓഫ് ബി, ബി ഈസ് എ മദർ ഓഫ് സി. വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് സി? വേറെ ബന്ധം ഈ മദർ അല്ല ആയിരിക്കില്ല. എ ഈസ് എ മദർ ഓഫ് ബി, ബി ഈസ് എ മദർ ഓഫ് സി ആണെങ്കിൽ എയും സിയും തമ്മിലുള്ള ബന്ധം എന്താ? വേറെ ഒന്നും കാര്യം നിങ്ങൾക്കറിയാം ആ ബന്ധം എന്നാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഐഡിയ. അപ്പം ട്രാൻസിറ്റീവ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്. ലെസ് ദാൻ ട്രാൻസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ ട്രാൻസിറ്റീവാണ്, ഈസ് പാരലൽ ടു ട്രാൻസിറ്റീവാണ്. ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ട്രാൻസിറ്റീവാണ്. എന്താ ലെസ് ദാൻ ട്രാൻസിറ്റീവ് ആകാൻ കാരണം? 2 is less than 3, 3 is less than 5. That will imply 2 is less than 5. അപ്പോൾ 2ന് 3 ആയിട്ട് ബന്ധമുണ്ട്, 3ക്ക് 5 ആയിട്ട് ബന്ധമുണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ 2ന് 5 ആയിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ട്രാൻസിറ്റീവാണ്. ഗ്രേറ്റർ ദാൻ 4 is bigger than 3, 4 is bigger than 3, 3 is bigger than 2. You can say 4 is bigger than 2. Is parallel to, L1 is parallel to L2, L2 is parallel to L3. You can say L1 is parallel to L3. ഇതൊക്കെ ട്രാൻസിറ്റീവ് റിലേഷനാണ്. അപ്പോൾ വാട്ട് ഇസ് ട്രാൻസിറ്റീവ് റിലേഷൻ? എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടാവുക, ബിക്ക് സി ആയിട്ട് ബന്ധമുണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ എന്തുണ്ടാവണം? എക്ക് സി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ. വിൽ ഡിസ്കസ് സം എക്സാമ്പിൾസ് ഓൺ ഇറ്റ്. ഓക്കെ, ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ വി ആർ ഡിസ്കസിങ് സംതിങ് അബൌട്ട് എക്സാമ്പിൾസ് ഓഫ് ട്രാൻസിറ്റീവ് റിലേഷൻ. Examples of transitive relation. What are transitive relations? ഒന്നുകൂടി പറയാം. What is transitive relation? A relation defined on or defined on A is said to be transitive if whenever A is related to B, അതേ റിലേഷൻ ബിക്ക് സി ആയിട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എക്ക് ബി ആയിട്ടും ബിക്ക് സി ആയിട്ടും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതേ റിലേഷൻ ആരായിട്ടുണ്ടാവണം? എക്ക് സി ആയിട്ട് ഉണ്ടാവണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പം ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാ ട്രാൻസിറ്റീവ് റിലേഷൻ്റെ എക്സാമ്പിൾസ്. ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്, ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. എക്സാമ്പിൾസ്: ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. Why it is transitive? Whenever you have a line like this L1 and another line like this L2 and another line like this L3. If you have 3 lines which are parallel, L1ഉം L2ഉം പാരലൽ ആണെങ്കിൽ, പാരലലാണ്, L2ഉം L3ഉം പാരലൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി L1ഉം L3ഉം പാരലൽ ആയിരിക്കും. അതുകൊണ്ട് ഈസ് പാരലൽ ടു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് യു വിൽ ഡിസ്കസ് എ കൗണ്ടർ എക്സാമ്പിൾ. ഈസ് പെർപെൻഡിക്കുലർ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. Is perpendicular to in the set of straight lines. അവിടെ നോക്കൂ, യു ഹാവ് എ ലൈൻ L1, L1 L2നോട് പെർപെൻഡിക്കുലർ ആണ്, L2 L3നോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ L1ഉം L2ഉം റിലേറ്റഡ് ആണ്, L2ഉം L3ഉം റിലേറ്റഡ് ആണ്. ക്യാൻ യു സേ L1 is related to L3? ശരിയാണ്, L1ഉം L3ഉം തമ്മിൽ ബന്ധമുണ്ട്. കാരണം എന്താ? ദേ ആർ പാരലൽ. പക്ഷേ L1ഉം L2ഉം, L1ന് L2നോടുള്ള റിലേഷനും L2ന് L3നോടുള്ള റിലേഷനും അല്ല L1ന് L3 ആയിട്ട് റിലേഷൻ. അപ്പോൾ L1ഉം L2ഉം തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്, L2ഉം L3ഉം തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ L1ഉം L3ഉം തമ്മിൽ പെർപെൻഡിക്കുലർ അല്ല, അതേ റിലേഷൻ അല്ല. അതുകൊണ്ട് വാട്ട് യു ക്യാൻ സേ ഈസ് പെർപെൻഡിക്കുലർ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈസ് പെർപെൻഡിക്കുലർ ടു ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ശരി, ഓക്കെ. അപ്പം എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടാവുക, ബിക്ക് സി ആയിട്ടും ബന്ധമുണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ എക്ക് സി ആയിട്ടും ബന്ധമുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസിറ്റീവ് റിലേഷൻസ്? ഒന്ന്, ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് അത് ട്രാൻസിറ്റീവ് ആണ്. കാരണം എ ഈസ് പാരലൽ ടു ബി, ബി ഈസ് പാരലൽ ടു സി. യു ക്യാൻ സി എ ഈസ് പാരലൽ ടു സി. ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്.
Now, can you give another example of transitive relation? വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രാൻസിറ്റീവ് ആണ്. നോക്കൂ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ A equals 1, 2, 3. സപ്പോസ് യു ഡിഫൈൻ എ റിലേഷൻ A equals 1, 2, 3. സപ്പോസ് യു ഡിഫൈൻ എ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെ ഡിഫൈൻ ചെയ്തു വെച്ചോളൂ. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എക്ക് സി ആയിട്ടും ബന്ധമുണ്ട്. നോക്കുക നമുക്ക്. സപ്പോസ് യു ആർ ഡിഫൈനിങ് ലെസ് ദാൻ ഈക്വൽ ടു. ലെസ് ദാൻ ഈക്വൽ ടു ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതാമെന്ന് പറയും, അല്ല സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാമെന്ന് പറയും. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ നമ്മൾ ഡിസ്കസ് ചെയ്താണത്. എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, എക്സ് വൈ ബിലോങ്സ് ടു എ. ഇതാണ് ആർ. നൗ വാട്ട് ഈസ് ആർ ഇൻ ദ റോസ്റ്റർ ഫോം? ഒന്ന് പറയൂ. ആർ ഇൻ ദ റോസ്റ്റർ ഫോം എന്താ? 1, 1 ഉണ്ടാവും, 2, 2 ഉണ്ടാവും, 3, 3 ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഞാൻ ഫാസ്റ്റായിട്ട് പോവാണ്. ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളെക്കാളും ചെറുതാണ്. അപ്പോൾ 1, 2 ഉണ്ടാവും, പിന്നെ 2, 3 ഉണ്ടാവും, പിന്നെ 1, 3 ഉണ്ടാവും. ഇസ് ഇറ്റ് ഓക്കെ? യെസ്, ഇറ്റ്സ് ഓക്കെ. ഇസ് ഇറ്റ് ഓക്കെ? റൈറ്റ്. അപ്പം ഈ റിലേഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് ട്രാൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. 1, 2 ഉണ്ട്. നോക്കൂ, 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്, 1, 3 ഉണ്ട്. കണ്ടോ? A is related to B, B is related to C, A is related to C. എല്ലാ എ ബിക്കും ബി സിക്കും എ സി ഉണ്ടാവും. നോക്കാം, എല്ലാം നോക്കണം. 1, 1 നോക്കൂ, 1, 1, 1, 1. ഈ 1ൽ തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. കണ്ടോ, ഇവിടെ 1 തുടങ്ങുന്നുണ്ട്. 1, 2. അപ്പോൾ 1, 1, 1, 2. 1, 1, 1, 2 ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? നോക്കൂ, എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. ഇത് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എപ്പോഴെങ്കിലും എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ എ സി ബിലോങ്സ് ടു ആർ. ഇങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്തുണ്ടാവണം? എക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവണം. അതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. നോക്കൂ, 1ന് 1 ആയിട്ട് ബന്ധമുണ്ട്. 1ൽ തുടങ്ങുന്ന ഏതൊക്കെയാണ് ബന്ധം നോക്കാം. കണ്ടോ, 1ൽ തുടങ്ങുന്ന ബന്ധം എന്താ? 1, 2 ആണ്. അപ്പോൾ 1, 1, 1, 2 എന്തുണ്ടാവണം? 1, 2. അപ്പോൾ 1, 1, 1, 2, 1, 2, 1, 2 തന്നെയാണ്, ഉണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. ഇനി 2, 2. അപ്പോൾ ഈ 1, 1, 1ൽ തുടങ്ങുന്ന വേറെ രീതിയിൽ നോക്കൂ. 1, 1, 1, 2. ഇനി ഈ 1ൽ തുടങ്ങുന്ന വേറെ രീതിയിൽ എന്തോ കണ്ടോ? 1, 3. അപ്പോൾ 1, 1, 1, 3, 1, 1, 1, 3, 1, 1, 1, 3 ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഇത് പ്രകാരം 1, 1, 1, 3 ഉണ്ടെങ്കിൽ ഇത് പ്രകാരം എന്തുണ്ടാവണം? 1, 3 ഉണ്ടാവണം. അപ്പോൾ 1, 1, 1, 3. അപ്പോൾ 1, 3, 1, 3 ഉണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. Now start with 2, 2. 2, 2, 2, 3. 2, 2, 2, 3. അപ്പോൾ എന്തുണ്ടാവണം? 2, 2, 2, 3. എ ബി ബി സി എ സി ഉണ്ടാവണം. അപ്പോൾ 2, 2, 2, 3. അപ്പോൾ എന്തുണ്ടാവണം? 2, 3 ഉണ്ടാവണം. അപ്പോൾ ഇതുണ്ട്, 2, 2 ഉണ്ട്, 2, 3 ഉണ്ട്, 2, 3 ഉണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. Now 3, 3. 3ൽ തുടങ്ങുന്ന ആരും ഇല്ല. ശ്രദ്ധിക്കണം. 3, 3. 3ൽ തുടങ്ങുന്ന ആരും ഇല്ല. 3, 3, 3, 3, 3, 3. അത് അങ്ങനെ തന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ ട്രാൻസിറ്റീവ് ആവും. ഇനി 3ൽ തുടങ്ങുന്ന ആരുമില്ല, അതുകൊണ്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദിസ് ഇസ് ഓട്ടോമാറ്റിക്കലി ട്രാൻസിറ്റീവ്. അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് ഇത് പറയാം, ഇൻ ദ സെറ്റ് ഓഫ് ഓൾ numbers less than or equal to is a transitive relation. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്, ഈസ് ട്രാൻസിറ്റീവ്. അപ്പം 2 എക്സാമ്പിൾസ് പഠിച്ചു. എന്തൊക്കെ 2 എക്സാമ്പിൾസ്? ഇൻ ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസ് ഈസ് പാരലൽ ടു ഈസ് ട്രാൻസിറ്റീവ്. പിന്നെ ഇൻ ദ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് ട്രാൻസിറ്റീവ്. Similarly, greater than or equal to is transitive. Similarly, less than is transitive. Greater than is transitive. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ 2 എക്സാമ്പിൾസ് മാത്രം കൺഫൈൻ ചെയ്യാണ്. ഈസ് എ ഫാക്ടർ ഓഫ് ട്രാൻസിറ്റീവ് ആണ്, ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ട്രാൻസിറ്റീവ് ആണ്. എല്ലാം കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ട്രാൻസിറ്റീവിൻ്റെ എക്സാമ്പിൾസ്. അപ്പം ട്രാൻസിറ്റീവിൻ്റെ 2 എക്സാമ്പിൾസ് മാത്രം ഒന്ന് റീറ്ററേറ്റ് ചെയ്യുക. എന്തൊക്കെയാ? ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. എ ഈസ് പാരലൽ ടു ബി, ബി ഈസ് പാരലൽ ടു സി, എ ഈസ് പാരലൽ ടു സി. അത് എളുപ്പമല്ലേ? ട്രാൻസിറ്റീവ് ആണ്. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ ദ സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഞാൻ ചെറിയൊരു സെറ്റ് എടുത്തു, അതിൽ ലെസ് ദാൻ ഈക്വൽ ടു ഡിഫൈൻ ചെയ്തു, അതിൽ എങ്ങനെയാണ് ട്രാൻസിറ്റീവ് ആവുന്നതെന്ന് പറഞ്ഞു. ട്രാൻസിറ്റീവ് റിലേഷനാണ്. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുക, ബിക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ എക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവണം. അതിലൊരു ധ്വനി ഉണ്ട്, എന്താ? ഉണ്ടെങ്കിലേ ഉണ്ടാവേണ്ടൂ. എക്ക് ബി ആയിട്ടും ബിക്ക് സി ആയിട്ടും ബന്ധമുണ്ടെങ്കിലേ
എക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവേണ്ടോ എന്നുള്ളൊരു അർത്ഥം കൂടി അതിലുണ്ട്. അതും കൂടി നോട്ട് ചെയ്യണം കേട്ടോ. റൈറ്റ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ വാട്ട് ആർ ദ കൗണ്ടർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസിറ്റീവ് റിലേഷൻ? ഒന്ന് കൗണ്ടർ എക്സാമ്പിൾസ് ഒന്ന് തിങ്ക് ചെയ്യൂ. നമ്മളെപ്പോഴും അങ്ങനെയാണ് നമ്മൾ പഠിച്ച എല്ലാ എക്സാമ്പിൾസ് പറയുമ്പോഴും എക്സാമ്പിൾസും പഠിക്കുക, കൗണ്ടർ എക്സാമ്പിൾസും പഠിക്കുക. വാട്ട് യു മീൻ ബൈ കൗണ്ടർ എക്സാമ്പിൾസ്? വിച്ച് ആർ നോട്ട് ട്രാൻസിറ്റീവ്, ട്രാൻസിറ്റീവ് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾസ്. ഒന്ന് ആലോചിക്കൂ, ഏതൊക്കെ എക്സാമ്പിൾസ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ ദ കൗണ്ടർ എക്സാമ്പിൾസ്? 2 എക്സാമ്പിൾസ് എങ്കിലും പഠിക്കാം. 2 എക്സാമ്പിൾസ് പഠിച്ചാൽ അതിനെ ബിൽഡ് ചെയ്തിട്ട് കുറേ എക്സാമ്പിൾസ് നമ്മുടെ മനസ്സിലേക്ക് വരും. 2 എക്സാമ്പിൾസ് പഠിക്കുക, ബാക്കിയുള്ള എക്സാമ്പിൾസ് തന്നെ വന്നോളും, നിങ്ങൾ പേടിക്കേണ്ട. ഈ എക്സാമ്പിൾസ് വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയാൽ മതി. ദാറ്റ്സ് ഇനഫ്. ഈ 2 എക്സാമ്പിൾസ് നന്നായിട്ട് പഠിക്കുക, എങ്ങനെ വരുന്നു എന്നും കൂടി മനസ്സിലാക്കുക. കൗണ്ടർ എക്സാമ്പിൾസ്. വാട്ട് ആർ ദ കൗണ്ടർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസിറ്റീവ് റിലേഷൻ? ഒന്ന് ആദ്യത്തെ എക്സാമ്പിൾ പറയൂ. കുറച്ചും പേര് പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? L1, ഓർമ്മയുണ്ടോ? L1, L2, L3, ഓർമ്മയുണ്ടോ എക്സാമ്പിൾസ്? ദെൻ എക്സാമ്പിൾ എന്താ? ഈസ് പെർപെൻഡിക്കുലർ ടു in the set of straight lines. Is perpendicular to in the set of straight lines. അതങ്ങനെ നമുക്ക് റോസ്റ്റർ ഫോമിലൊക്കെ കുറച്ച് എന്താ പറയുക വിശദമായിട്ട് അങ്ങനെ എഴുതുകയൊക്കെ ചെയ്യാം. ഞാൻ ജനറലായിട്ട് അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ഈസ് പെർപെൻഡിക്കുലർ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. അത് എന്താണ് നോക്കൂ, L1ഉം L2ഉം ബന്ധമുണ്ട്, L2ന് L3 ആയിട്ട് ബന്ധമുണ്ട്. പക്ഷേ L1 L2 ആയിട്ടും L2ന് L3 ആയിട്ടും ബന്ധം ഉള്ളപ്പോഴൊക്കെ L1 L3 ആയിട്ട് ആ ബന്ധം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? നോക്കൂ, എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ടും ബന്ധമുണ്ട്. അതേ ബന്ധം എക്ക് സി ആയിട്ട് ബന്ധമുണ്ടെങ്കിലേ നമ്മൾ ആ ബന്ധത്തിന് എന്ത് പറയുള്ളൂ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുള്ളൂ. ഇവിടെ നോക്കൂ, L1 L2 ആയിട്ട് ബന്ധമുണ്ട്, ഈസ് പെർപെൻഡിക്കുലർ ടു ആണ്. L2ന് L3 ആയിട്ട് ബന്ധമുണ്ട്, ഈസ് പെർപെൻഡിക്കുലർ ടു ആണ്. ദാറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ L1 is having the same relation, is perpendicular to with L2. Actually L1 L3 ആയിട്ടുള്ള ബന്ധം എന്താ? ഈസ് പാരലൽ ടു ആണ്. അപ്പോൾ ഈസ് പെർപെൻഡിക്കുലർ ടു അല്ല അതിൻ്റെ ബന്ധം. അതേ ബന്ധം ഉണ്ടെങ്കിലേ നമ്മൾ ട്രാൻസിറ്റീവ് പറയുള്ളൂ. അപ്പം ഈസ് പെർപെൻഡിക്കുലർ ടു എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് അല്ല. L1 L2നോട് പെർപെൻഡിക്കുലർ ആണ്, L2 L3നോട് പെർപെൻഡിക്കുലർ ആണ്. ഡസ് നോട്ട് ഇംപ്ലൈ L1 is perpendicular to L3. Is it clear? Right. Clear ആണല്ലോ? That is one counter example. Is perpendicular to in the set of straight lines is not transitive. ഇത് നോട്ട് ട്രാൻസിറ്റീവ് ആണ്, നോട്ട് ട്രാൻസിറ്റീവ്. Can you visualize any other example? One more example of not transitive relation. ട്രാൻസിറ്റീവ് അല്ലാത്ത റിലേഷൻ കൂടി എക്സാമ്പിൾ ഒന്ന് ആലോചിക്കും. ട്രാൻസിറ്റീവ് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. മൂന്ന് ആൾക്കാരെടുത്തു, ഈസ് എ മദർ ഓഫ് ട്രാൻസിറ്റീവ് അല്ല. 3 ആൾക്കാരെടുത്തു, എന്താ പറയുക, ഈസ് എ ഫാദർ ഓഫ് ട്രാൻസിറ്റീവ് അല്ല. അങ്ങനെ എക്സാമ്പിൾസ് ഉണ്ട് ഇഷ്ടംപോലെ, അല്ലേ? എ ഈസ് എ ഫാദർ ഓഫ് ബി, ബി ഈസ് എ ഫാദർ ഓഫ് സി. വാട്ട് ഈസ് എ റിലേറ്റഡ് ടു സി? നോക്കൂ, എ ഈസ് എ ഫാദർ ഓഫ് ബി. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. വെറുതെ ആലോചിച്ച് നോക്കൂ, എ ബീൻ്റെ ഫാദറാണ്, ബി സിയുടെ ഫാദറാണ്. അപ്പോൾ എ സിയുടെ ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ അതുകൊണ്ട് ഫാദർ അല്ലല്ലോ, ഗ്രാൻഡ് ഫാദറാണ്, വേറെ ബന്ധമാണ്. അപ്പോൾ ഈസ് എ ഫാദർ ഓഫ് എന്ത് റിലേഷൻ അല്ല? ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്, അല്ലേ? ഈസ് എ ഫാദർ ഓഫ്, ഈസ് എ മദർ ഓഫ് ട്രാൻസിറ്റീവ് അല്ല. അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഇങ്ങനൊരു എക്സാമ്പിൾ പറയണം. ക്യാൻ യു ഗിവ് അനദർ എക്സാമ്പിൾ ഓഫ് എ ട്രാൻസിറ്റീവ് റിലേഷൻ? നമുക്ക് ഇങ്ങനൊരു എക്സാമ്പിൾ പറയാം. ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ, ട്രാൻസിറ്റീവ് അല്ലാത്ത റിലേഷൻ. നോക്കൂ, ഇങ്ങനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. നമ്മളിപ്പം ഇങ്ങനെ സെറ്റ്, സപ്പോസ് എ ഈക്വൽസ് 1, 2, 3. Suppose you define a relation R equals this. Suppose you define a relation R equals, ശ്രദ്ധിക്കുക നന്നായിട്ട്, R equals 1, 1, 1, 2, 2, 3. 1, 2, 2, 3. ഇത് റിലേഷനാണ്, എയിൽ ഡിഫൈൻ ചെയ്ത റിലേഷനാണ്, അല്ലേ? എയിൽ ഡിഫൈൻ ചെയ്ത റിലേഷനാണ്. 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. നോക്കൂ, എന്തുണ്ടാവണം ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ? 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. എന്തുണ്ടാവണം? 1, 3 ഉണ്ടാവണം. ഇവിടെ 1, 3 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്, ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ബ്ലോക്കായാൽ ഇങ്ങനെ വെറുതെ ഈസ് എ ഫാദർ ഓഫും ഈസ് എ മദർ ഓഫും ഈസ് എ സിസ്റ്റർ ഓഫ് അങ്ങനെ ഓരോരോ നമ്മൾ സാധാരണ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ എക്സാമ്പിൾ എഴുതുന്നതാണ് സേഫ്. ഇസ് ക്ലിയർ? ഇങ്ങനെ എഴുതിയാലും മതി. ഇറ്റ്സ് നോട്ട് ട്രാൻസിറ്റീവ്. കാരണം എന്താ? വൈ? വാട്ട് ഇസ് ദ റീസൺ? അപ്പോൾ ഇതിൻ്റെ റീസൺ എഴുതണം കേട്ടോ. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ്?
വാട്ട്സ് ദ റീസൺ ഫോർ ദിസ് ഒന്ന് പറയൂ. ഈസ് പെർപെൻഡിക്കുലർ ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. വൈ? വാട്ട്സ് ദ റീസൺ? ഇങ്ങനെയാണ്. L1 ഒരു ലൈനാണ്, L2 ഒരു ലൈനാണ്, L3 വേറൊരു ലൈനാണെങ്കിൽ എന്താണ്? L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്, L2 പെർപെൻഡിക്കുലർ ടു L3 ആണെങ്കിൽ L1 വിൽ നോട്ട് ബി പെർപെൻഡിക്കുലർ ടു L3. മനസ്സിലുണ്ടോ? L1 L2 belongs to R, L2 L3 belongs to R, but can you complete? But L1 L3 does not belongs to R. അതുകൊണ്ടാണ് അത് ട്രാൻസിറ്റീവ് ആവാത്തത്. നൗ ഇതിന് റീസൺ എന്താണെന്ന് പറയൂ. ഇത് ട്രാൻസിറ്റീവ് ആവാതിരിക്കാനുള്ള കാരണം എന്താ? 1 to Rലുണ്ട്, പറയൂ, 2 3 Rലുണ്ട്, പക്ഷേ എന്തില്ല? 1 3 Rലില്ല. അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ നമ്മൾ ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ്റെ 2 എക്സാമ്പിൾസ് പഠിച്ചു, 2 കൗണ്ടർ എക്സാമ്പിൾസ് പഠിച്ചു. ഇസ് ഇറ്റ് ഓക്കെ? റൈറ്റ്. നമ്മൾ അപ്പോൾ എന്തൊക്കെ റിലേഷൻസ് പഠിച്ചു നമ്മൾ ഒന്നായിട്ട് പറയൂ. റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. Different types of relations. We were discussing this. Types of relations. There are 3 types of relations. കുറേ ടൈപ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ച 3 ടൈപ്സ് ആണ്. എന്തൊക്കെയാണ് ടൈപ്സ് പഠിച്ച? റിഫ്ലെക്സീവ് റിലേഷൻ. എപ്പോഴാണ് റിഫ്ലെക്സീവ് പറയുക? ഒരു A എന്നുള്ള സെറ്റിൽ ഒരു R എന്നുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ഈ R റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? A Rൽ ഉണ്ടാവണം. അത് എല്ലാ എക്കും സംഭവിക്കണം. എയിലുള്ള എല്ലാ എക്കും സംഭവിക്കണം. A എന്ന് ബിലോങ്സ് ടു R എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ARA. ഇങ്ങനെ പറഞ്ഞാലും ഒരേ എഫക്റ്റാണ്. ഇങ്ങനെ പറഞ്ഞാലും ഒരേ എഫക്റ്റാണ്. അതാണ് റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ. 1. 2. സിമെട്രിക് റിലേഷൻ. എന്താ സിമെട്രിക് റിലേഷൻ്റെ എക്സാമ്പിൾ? A എന്നുള്ള സെറ്റിൽ R എന്നുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്താൽ we say the relation is symmetric if A B belongs to R implies B A belongs to R. A B belongs to R ഉള്ളപ്പോഴൊക്കെ എന്തുണ്ടാവണം? ബി എ ബിലോങ്സ് ടു ആർ ഉണ്ടാവണം. ഇത് നമുക്ക് ഇങ്ങനെയും പറയാം. ARB ഉള്ളപ്പോഴൊക്കെ എന്തുണ്ടാവണം? BRA ഉണ്ടാവണം. ഇതിൽ വളരെ ശ്രദ്ധിക്കുക. എയും ബിയും ഫോർ എവറി എ ബി ഒന്നും വേണ്ട. എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലേ വേണ്ടു ബിക്ക് എ ആയിട്ട് ബന്ധം. ഓക്കെ, അതായത് സിമെട്രിക് റിലേഷൻ. ഓക്കെ, മൂന്നാമത് എന്താണ് നമ്മൾ പഠിച്ചത്? ട്രാൻസിറ്റീവ് റിലേഷൻ. എന്താ ട്രാൻസിറ്റീവ് റിലേഷൻ? എ എന്നുള്ള സെറ്റിൽ ആർ എന്നുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്താൽ വെൻ വിൽ യു സേ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്? ആർ ഇസ് സെറ്റ് ടു ബി ട്രാൻസിറ്റീവ് ഇഫ് എ ബി ആറിലുണ്ട് ആൻഡ് ബി സി ആറിലുണ്ട്. ദാറ്റ് വിൽ ഇംപ്ലൈ എ സി ബിലോങ്സ് ടു ആർ. ഇത് നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്. എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ട് ബന്ധമുണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ എക്ക് സി ആയിട്ട് ബന്ധമുണ്ട്. ഇതും അതെ, എല്ലാ എക്കും ബിക്കും സിക്കും വർക്ക് ചെയ്യണമെന്നില്ല. ഇങ്ങനെ ഉണ്ടാവുന്ന അവസരങ്ങളിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. ഇവിടെ മാത്രമേ ഉള്ളൂ എല്ലാം ഫോർ എവറി. ഇതിന് മാത്രമേ ഉള്ളൂ, റിഫ്ലെക്സീവിന് മാത്രമേ ഫോർ എവറി ഉള്ളൂ. ഇത് രണ്ടിനും ഫോർ എവറി ഇല്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഞാൻ എന്താ പഠിച്ചത്? ഇതിൽ 2 എക്സാമ്പിൾസ് പഠിച്ചു, 2 കൗണ്ടർ എക്സാമ്പിൾസ് പഠിച്ചു. അതുപോലെ ഇതിനും അതെ 2 എക്സാമ്പിൾസ്, 2 കൗണ്ടർ എക്സാമ്പിൾസ്, 2 എക്സാമ്പിൾ, 2 കൗണ്ടർ എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് എങ്കിലും നിങ്ങളെ ഓർമ്മയിൽ പെട്ടെന്ന് വരണം. എന്നാലേ ബാക്കിയുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം റിഫ്ലെക്സീവിൻ്റെ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് എന്താ പറഞ്ഞത് ഓർക്കൂ? ഈസ് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. റിഫ്ലെക്സീവ് ആണ്. കൗണ്ടർ എക്സാമ്പിൾസ് ഏതായിരുന്നു? ലെസ് ദാൻ റിഫ്ലെക്സീവ് അല്ല.
ഈസ് പെർപെൻഡിക്കുലർ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. റിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ടാണ്? ഒരു നമ്പർ അതിനോട് തന്നെ ലെസ് ദാൻ അല്ല, അതുപോലെ ഒരു ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ അല്ല, അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് എന്തായിരുന്നു? എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? കൗണ്ടർ എക്സാമ്പിൾസ്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ആൻഡ് കൗണ്ടർ എക്സാമ്പിൾസ്? സിമെട്രിക് എന്തായിരുന്നു? സിമെട്രിക് ആണെങ്കിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. സിമെട്രിക് ആണ്. പിന്നെ എക്സാമ്പിൾസ് എന്തായിരുന്നു? സിമെട്രിക്കിൻ്റെ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയൂ. എന്തായിരുന്നു? ഈസ് ഈക്വൽ ടു. സിമെട്രിക് ആണ്. ഈസ് ഈക്വൽ ടു സിമെട്രിക് ആണ്. പിന്നെ എന്താ സിമെട്രിക്? രണ്ട് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു അല്ലേ? എ ഈസ് പാരലൽ ടു സിമെട്രിക് ആണ്, ഈസ് ഈക്വൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻ സിമെട്രിക് ആണ്. ഇതൊക്കെ കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടായിരുന്നു. വാട്ട് ആർ ദ കൗണ്ടർ എക്സാമ്പിൾസ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമെട്രിക് അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമെട്രിക് അല്ല, ലെസ് ദാൻ സിമെട്രിക് അല്ല, ഗ്രേറ്റർ ദാൻ സിമെട്രിക് അല്ല. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് സിമെട്രിക് അല്ലാത്ത. നമ്മൾ രണ്ട് എക്സാമ്പിൾസ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ട്രാൻസിറ്റീവാണ് പറയുക? ക്യാൻ യു ഗീവ് എക്സാമ്പിൾസ് ഓഫ് എ ട്രാൻസിറ്റീവ് റിലേഷൻ? ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ്. ഈസ് പാരലൽ ടു എ ഈസ് പാരലൽ ടു ബി, ബി ഈസ് പാരലൽ ടു സി, ദെൻ എ വിൽ ബി പാരലൽ ടു സി. അപ്പോൾ ഈസ് പാരലൽ ടു ട്രാൻസിറ്റീവ് ആണ് അല്ലേ? ഈസ് ഈക്വൽ ടു ട്രാൻസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ട്രാൻസിറ്റീവ് ആണ്, ലെസ് ദാൻ ട്രാൻസിറ്റീവ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രാൻസിറ്റീവ് ആണ്. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ രണ്ട് എക്സാമ്പിൾസ് പഠിച്ചു, അത് നന്നായിട്ട് മനസ്സിലാക്കാം. ഇനി വാട്ട് ആർ ദ കൗണ്ടർ എക്സാമ്പിൾസ് ഓഫ് സിമെട്രിക് റിലേഷൻസ്? സിമെട്രിക്കിൻ്റെ കൗണ്ടർ എക്സാമ്പിൾ പറയും. എന്താണെന്ന് ആലോചിക്കും? സിമെട്രിക്കിൻ്റെ കൗണ്ടർ എക്സാമ്പിൾസ്. സിമെട്രിക് അല്ലാത്തതിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമെട്രിക് അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമെട്രിക് അല്ല. ഓക്കെ. ട്രാൻസിറ്റീവിൻ്റെ കൗണ്ടർ എക്സാമ്പിൾസ്. ഈസ് എ ഫാദർ ഓഫ് സിമെട്രിക്, ട്രാൻസിറ്റീവ് അല്ല. ഈസ് പാരലൽ ടു ട്രാൻസിറ്റീവ് അല്ല. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കുറേ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. നൗ വിൽ ഡിസ്കസ് വൺ ആസ്പെക്റ്റ് ഓഫ് ഇറ്റ്. ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് എല്ലാ റിലേഷൻസും അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വിൽ ക്ലോസ് ദിസ് മോഡ്യൂൾ. ഓക്കെ, ഒരു കാര്യം കൂടി പറയാം, എന്നിട്ട് നമുക്ക് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യും, അത് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് വിൽ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, റൈറ്റ്. ഈ മൂന്ന് റിലേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷന്, ഇഫ് എ റിലേഷൻ സാറ്റിസ്ഫൈസ് ഓൾ ദീസ് ത്രീ പ്രോപ്പർട്ടീസ്, ഇഫ് എ റിലേഷൻ is reflexive, symmetric, as well as transitive, ഇങ്ങനത്തെ റിലേഷനെ we call this as equivalence relation. If a relation satisfies all the three properties, ഈ മൂന്ന് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ we call it either reflexive ആവാം, symmetric ആവാം, transitive ആവാം. Then we say the relation is equivalence. അപ്പം what is an equivalence relation? If reflexive ആവാം, symmetric ആവാം, transitive ആവാം. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഇക്വാലൻസ് റിലേഷൻ്റെ എക്സാമ്പിൾ? Can you give one example of an equivalence relation? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നോക്കാം. Is parallel to in the set of straight lines. Is parallel to in the set of straight lines. Equivalence ആണ്. നോക്കൂ, is parallel to reflexive അല്ലേ? അല്ലേ? ഒരു ലൈൻ അതിനോട് തന്നെ പാരലൽ ആണ്, റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണ്. ഈ ലൈൻ ഇതിനോട് പാരലൽ ആണെങ്കിൽ ഈ ലൈൻ ഇതിനോട് പാരലൽ ആണ്, അപ്പോൾ സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താ? If A is parallel, L1 is parallel to L2 and L2 is parallel to L3, automatically L1 will be parallel to L3. Transitive ആണ്. അതുകൊണ്ട് we can call it equivalence. അപ്പോൾ is parallel to in the set of straight lines, അതെന്താണ്? Equivalence relation ആണ്. Is parallel to in the set of straight lines is equivalence relation. Okay. Can you give another example of an equivalence relation? Can you give another example of an equivalence relation? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, in a class, two students are related if they are of same height. ഒരേ ഹൈറ്റ് ആണെങ്കിൽ ബന്ധമുണ്ട്. Is it reflexive? Two students in a class are related if they are of same height. ഒരേ ഹൈറ്റ് ആണെങ്കിൽ ബന്ധമുണ്ടെന്ന് വിചാരിക്കാം. Is that relation reflexive? ഒരു കുട്ടിക്ക് ആ കുട്ടീനോട് തന്നെ ബന്ധമുണ്ട്. കാരണം എന്താ? ആ കുട്ടിയും ഒരേ ഹൈറ്റാണ്, അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധമുണ്ട്. എല്ലാവരുടെ ഹൈറ്റും അവരവരോട് തന്നെ സെയിം ആയിരിക്കും, അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. പിന്നെ ഈ കുട്ടിയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ, ഈ കുട്ടിയും ഒരേ ഹൈറ്റ് ആണെങ്കിൽ ഈ കുട്ടിയും ഒരേ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ A is related to B, automatically B is related to A.
അല്ലേ? രണ്ടുപേർക്ക് ഒരേ ഹൈറ്റ് ആണെങ്കിൽ ഇയാൾക്കും ഇയാൾക്കും ഒരേ ഹൈറ്റാണ്. അപ്പോൾ ഇയാൾക്ക് ഇയാളായിട്ട് ബന്ധമുണ്ടാവും, ഇയാൾക്ക് ഇയാളായിട്ട് ബന്ധമുണ്ടാവും, സിമെട്രിക്കാണ്. പിന്നെ ഇയാൾക്കും 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 ഒരേ ഹൈറ്റാണ്, ഇയാൾക്കും ഒരേ ഹൈറ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാൾക്കും ഒരേ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടാവും, ബിക്ക് സി ആയിട്ട് ബന്ധമുണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ എക്ക് സി ആയിട്ട് ബന്ധമുണ്ടാവും. അതുകൊണ്ട് ദേ ആർ ഓഫ് സെയിം ഹൈറ്റ് എന്ത് റിലേഷനാണ്? ട്രാൻസിറ്റീവ് റിലേഷനാണ്. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ പറയാം. വാട്ട് ഇസ് ദ സെക്കൻഡ് എക്സാമ്പിൾ? In a class of students, is having two students are related. If they are of same height. ഇത് നമുക്ക് റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡ് ഫോമിലും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വെറുതെ കൊളോക്കിയലായിട്ട് പറയണു, അത്രയേ ഉള്ളൂ. സെയിം ഹൈറ്റ്, HEIGHT, ദേ ആർ ഓഫ് സെയിം ഹൈറ്റ്. ഇതാണ് റിലേഷൻ. ടു സ്റ്റുഡൻസ് ആർ റിലേറ്റഡ്, ദേ ആർ ഓഫ് സെയിം ഹൈറ്റ്. ആ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് ഇക്വാലൻസ് റിലേഷനാണ്. ഇസ് ഇറ്റ് ഓക്കെ? അപ്പം that is what we call equivalence relation. But what is equivalence relation? A relation satisfying all the three properties. Reflexive ആവുക, symmetric ആവുക, transitive ആവുക. ഇത് മൂന്നും ഉണ്ടെങ്കിൽ we call it equivalence relation. Is it okay? Right. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് we'll close. Now, ഞാൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണം. സിമ്പിളായിട്ടുള്ള റിലേഷൻ. നിങ്ങൾ അതിൻ്റെ ടൈപ്പ് പറയണം. ഓക്കെ. Suppose you have a set like this. A equals 1, 2, 3. And suppose you are defining a relation R equals 1, 1, 2, 2. Further 1, 1, 2, 2. Is this relation reflexive? Symmetric, transitive, equivalence, justified. ഇതാണ് ക്വസ്റ്റ്യൻ. R equals 1, 1, 2, 2. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ് ചോദ്യം. വാട്ട്സ് ദ ആൻസർ? A equals 1, 2, 3 റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. റിഫ്ലെക്സീവ് ആണോ എന്നാണ് ചോദ്യം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 3, 3 ഉണ്ടാവണ്ടേ? എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധമുണ്ടാവണം. 3, 3 ഇല്ല. അപ്പോൾ നോ ആണ് ഉത്തരം, അല്ലേ? ഞാൻ ഉത്തരം വേറൊരു ഇങ്കിൽ എഴുതിയാലോ? അതിൽ നല്ലത് വേറെ ഇങ്കിൽ എഴുതാം. നോ. ആൻസർ എഴുതാണ് നോ. വാട്ട് ദ റീസൺ? ഒന്ന് റീസൺ പറയൂ. ബിക്കോസ് കൂടുതലൊന്നും പറയണ്ട, ഇത് മാത്രം പറഞ്ഞാൽ മതി. 3, 3 ഡസ് നോട്ട് ബിലോങ്സ് ടു R. ദാറ്റ്സ് എ റിലേഷൻ. ഇസ് ഇറ്റ് ഓക്കെ? റൈറ്റ്. നൗ നമ്പർ 2. ഈസ് ഇറ്റ് സിമെട്രിക്? സിമെട്രിക് അവിടെ എന്താണ്? എപ്പോഴെങ്കിലും എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവും. എ ബി ഉള്ളപ്പോഴൊക്കെ ബി എ ഉണ്ടാവും. ദെൻ വി സേ ഇറ്റ് സിമെട്രിക്. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. നോക്കൂ, 1, 1 ഉണ്ട്, തിരിച്ച് 1, 1 അതിലല്ലേ ഉണ്ട്. 2, 2 ഉണ്ട്, 2, 2 തിരിച്ചിട്ട് അതിലല്ലേ. അതുകൊണ്ട് യെസ്, സിമെട്രിക് ആണ്. യെസ്സിന് കാരണം എന്ന് പറയണ്ട. കാരണം എന്താ? എല്ലാ 1, 1 തിരിച്ച് 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, തിരിച്ചിട്ടാൽ 2, 2 ഉണ്ട്. നോ പ്രോബ്ലം, സിമെട്രിക് ആണ്. ഇസ് ഇറ്റ് ട്രാൻസിറ്റീവ്? എന്താ ട്രാൻസിറ്റീവിൻ്റെ റിലേഷൻ്റെ പ്രത്യേകത? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുക. ഈ ബീനെ കണക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കണക്ട് ചെയ്ത ആളായിട്ട് എക്ക് ബന്ധം ഉണ്ടാവും. കൻ യു അണ്ടർസ്റ്റാൻഡ്? എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ സി ആയിട്ട് എക്ക് ബന്ധം ഉണ്ടാവണം. അപ്പോൾ ബീനെ കണക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ എക്ക് അയാളായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, 1, 1 1ന് 1 ആയിട്ട് ബന്ധമുണ്ട്. ഈ 1നെ കണക്ട് ചെയ്യാൻ ഇതിൽ ആരുമില്ല. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ്? 1, 1 1നെ കണക്ട് ചെയ്യാൻ ആരുമില്ല അതിൽ. അപ്പം കണക്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. എക്ക് ബിക്കും ബിക്ക് സിക്കും ഉണ്ടെങ്കിലേ എക്ക് സി വേണ്ടു. അപ്പോൾ ഈ 1ന് 1 ആയിട്ട് ബന്ധമുണ്ട്. ഈ 1നെ ബന്ധപ്പെടാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് 1 is related to 1. ഈ 1ന് ബന്ധമുള്ള ആരും ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിലേ അയാളായിട്ട് ഈ 1ന് ബന്ധം ഉണ്ടാവേണ്ടു. അതുകൊണ്ട് 1 is related to 1. ഈ 1ന് ബന്ധമുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് there is no problem in becoming transitive.
അതായത് ട്രാൻസിറ്റീവ് ആവാതിരിക്കാനുള്ള കാരണമാവില്ല. 1 is related to 1. ഈ 1-ന് ആരായിട്ടും കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അയാളായിട്ട് ഈ 1-ന് കണക്ഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1 തുടങ്ങുന്ന ആരും ഇല്ല അതിൽ, അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്. 1 തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ട് ചെയ്ത ആളായിട്ട് ഈ 1-ന് ബന്ധമുണ്ടാവേണ്ടു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇക്വാലൻസ് അല്ല. ഇതെന്തുകൊണ്ടാണ് ഇക്വാലൻസ് അല്ലാത്തത്? റിഫ്ലെക്സീവ് അല്ലാത്തതുകൊണ്ട് അത് ഇക്വാലൻസ് അല്ല. ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ ആയി. റെഡി അല്ലേ? റെഡിയാണ്. അതേ ചോദ്യം നമുക്ക് വേറൊരു ചോദ്യം കൂടി പറയാം. അനദർ ക്വസ്റ്റ്യൻ. അതേ ചോദ്യം തന്നെ. A equals 1, 2, 3. Suppose you define R equals just 1, 2. വെറും 1, 2. 1, 2. ഒറ്റ സെറ്റ് മാത്രം. ഇതേ ചോദ്യമാണ് വിചാരിച്ചോളൂ. സെയിം ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി യുവർ ആൻസർ? ചോദ്യം ഇതാണ്. ഇസ് ഇറ്റ് റിഫ്ലെക്സീവ്? ഇസ് ഇറ്റ് സിമെട്രിക്? ഇസ് ഇറ്റ് ട്രാൻസിറ്റീവ്? ഇസ് ഇറ്റ് ഇക്വാലൻസ്? ഒന്ന് ആലോചിക്കുക. വാട്ട്സ് യുവർ ആൻസർ? റിഫ്ലെക്സീവ് അല്ല. വൈ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്? 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല. 1 2 3 ഉണ്ടെങ്കിലേ അത് എന്താവുള്ളൂ? 1 2 3 ഉണ്ടെങ്കിലേ എന്താവുള്ളൂ? അത് റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. എന്താ റീസൺ? 1 does not belong to R, 2 does not belong to R, 3 does not belong to R. Okay, now is it symmetric? സിമെട്രിക് ആണത്. 1 2 ഉണ്ട്, പക്ഷെ 2 1 ഉണ്ടാവണ്ടേ? അതുകൊണ്ട് സിമെട്രിക് അല്ല. നോ. എന്താ റീസൺ? 2 1 ആറിലില്ലാത്തതുകൊണ്ട് സിമെട്രിക് അല്ല. Is it transitive? Is that relation transitive? നോക്കൂ, ശ്രദ്ധിക്കണേ. ട്രാൻസിറ്റീവ്. എന്താ ട്രാൻസിറ്റീവ് റിലേഷൻ? എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ട് ബന്ധമുണ്ടെങ്കിലേ എക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവേണ്ടു. ഇവിടെ 1-ന് 2 ആയിട്ട് ബന്ധമുണ്ട്. 2-ന് വേറെ ആരായിട്ടും ബന്ധം ഉണ്ടെങ്കിലേ ഈ 1-ന് അയാളായിട്ട് ബന്ധം ഉണ്ടാവേണ്ടു. 1 2 ഉണ്ട്, 2 3 ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ 1-ന് 3 ആയിട്ട് ബന്ധം ഉണ്ടാവേണ്ടു. ഈ 2-ന് ബന്ധമുള്ള ആരും ഇല്ല ഇവിടെ. അതുകൊണ്ട് 1 2 ഉണ്ട്, അവിടെ അവിടെ കഴിഞ്ഞു. അപ്പോൾ ട്രാൻസിറ്റീവിൻ്റെ തുടക്കം എന്താ? ട്രാൻസിറ്റീവിൻ്റെ ഐഡിയ എന്താ? 1-ന് 2 ആയിട്ടും 2-ന് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധം ഉണ്ടെങ്കിലേ അയാളായിട്ട് 1-ന് ബന്ധം ഉണ്ടാവേണ്ടു. ഇവിടെ 2-ന് ബന്ധമുള്ള ആരും ഇല്ല, അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. യെസ്, ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ റിഫ്ലെക്സീവും സിമെട്രിക്കും അല്ലാത്തതുകൊണ്ട് അത് ഇക്വാലൻസ് അല്ല. ഇസ് ഇറ്റ് ഓക്കെ? യെസ്. വിൽ കൺസിഡർ വൺ മോർ ക്വസ്റ്റ്യൻ. സപ്പോസ് R is null set. R null set ആണെന്ന് വിചാരിക്കാം. വെറും null set. null set എന്ന് പറഞ്ഞാൽ അറിയാലോ, empty set. We call it void set, empty set, null set. ചോദ്യം ഇതന്നെ. Is that relation reflexive? റിഫ്ലെക്സീവ് ആണോ എന്ന ചോദ്യം. ഓഫ് കോഴ്സ് അല്ല. എന്താണ്? 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. നോ ഇസ് ആൻസർ. അല്ലേ? ശരിയല്ലേ? 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. അപ്പോൾ റിലേഷൻ ഇസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ ഇറ്റ് ഇസ് നോ ഇസ് ആൻസർ. എന്താ കാരണം? 1 1 does not belong to R, 2 2 does not belong to R, 3 3 does not belong to R. Is it okay? ശരിയല്ലേ? ഇനി is it symmetric? നമ്മൾ ഡിസ്കസ് ചെയ്താണ് സിമെട്രിക്കിൻ്റെ പരിപാടി എന്താ? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടെങ്കിലേ എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ ബിക്ക് എ ആയിട്ട് ബന്ധം ഉണ്ടാവണം. അല്ല, ധ്വനി എന്താ? ഉണ്ടെങ്കിലേ ഉണ്ടാവേണ്ടു. അപ്പോൾ അതുകൊണ്ട് നൾ സെറ്റിൽ ആരുമില്ല, അപ്പോൾ ആരായിട്ട് ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ചുള്ള ബന്ധം ഉണ്ടാവേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് സിമെട്രിക് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കുറച്ച് സട്ടിലാണത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ട്രാൻസിറ്റീവിൻ്റെ ഐഡിയ എന്താ? എക്ക് ബി ആയിട്ടും ബിക്ക് സി ആയിട്ടും ബന്ധം ഉണ്ടെങ്കിൽ എക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവണമെന്നാണ്. ഇവിടെ ആർക്കും ആരായിട്ട് ബന്ധമില്ല. അപ്പോൾ എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടോ എന്ന് നോക്കണ്ട, ബിക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടോ എന്ന് നോക്കണ്ട, എക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്. അല്ലേ? അതിൻ്റെ കണ്ടീഷൻ നോക്കണം. ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്താ? എക്ക് ബി ആയിട്ടും ബിക്ക് സി ആയിട്ടും ബന്ധമുണ്ടെങ്കിൽ എക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവണമെന്ന്. അപ്പോൾ ഇവിടെ ആരായിട്ടും ബന്ധമില്ല. അതുകൊണ്ട് ഇതേ ലോജിക്, സിമെട്രിക്കിൻ്റെ അതേ ലോജിക് ഇതിനും വർക്ക് ചെയ്യും. മനസ്സിലായോ? റൈറ്റ്. അതുകൊണ്ട് തന്നെ ഇത് ഇക്വാലൻസ് അല്ല, നോട്ട് ഇക്വാലൻസ്. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ.
we'll discuss one more ഒറ്റ കൺസെപ്റ്റ് കൂടി പറഞ്ഞിട്ട് we'll close this session. We'll close the session. അതായത് what is the purpose of equivalence relation? Equivalence relationൻ്റെ purpose എന്താണ്? എന്തിനാണ് ഈ purpose? What is the purpose? What is the outcome of a set if a equivalence relation is defined on that set? What happens to that set? ആ സെറ്റിന് എന്താ സംഭവിക്കുക? ഒരു ഇക്വാലൻസ് റിലേഷൻ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്താൽ ആ സെറ്റിന് എന്താ സംഭവിക്കുക? ഒരു ഇക്വാലൻസ് റിലേഷൻ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്താൽ ആ സെറ്റിന് എന്താ സംഭവിക്കുക? ശ്രദ്ധിക്കണേ നന്നായിട്ട്. വാട്ട് വിൽ ഹാപ്പൻ ടു എ സെറ്റ് ഇഫ് an equivalence relation is defined on a set? ക്ലിയർ അല്ലേ? നമ്മൾ രണ്ട് സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് പഠിച്ചു ഇക്വാലൻസ് റിലേഷൻ്റെ. എന്താണ്? ഈസ് പാരലൽ ടു, ഈസ് പാരലൽ ടു. ഓർമ്മയുണ്ടോ? ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് പഠിച്ചില്ലേ? എ ലൈൻ ഇസ് പാരലൽ ടു ഇറ്റ്സ് റിഫ്ലെക്സീവ്, this is parallel to this, therefore this is parallel to this, symmetric, this is parallel to this, this is parallel to this, therefore this is parallel to this, transitive, therefore is parallel to its equivalence relation. പഠിച്ചതാണ്. ഈസ് പാരലൽ ടു ഇക്വാലൻസ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഞാനൊരു സെറ്റ് എടുത്തു. ഈ സെറ്റിൽ കുറേ വരകളുണ്ട്, കുറേ തോന്നിയ മാതിരി കുറേ വരകളുണ്ട്, കുറേ വരകളുണ്ട് വെച്ചു, കുറേ വരകളുണ്ട്. ഇന്നും കുറേ ഒരു 10-15 ഒരു 25 വരകളുണ്ട് വെച്ചോളൂ, കുറേ വരകളുണ്ട്. യു ആർ ഡിഫൈനിങ് ഈസ് പാരലൽ ടു ഓൺ ദിസ്. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. എന്താ സംഭവിക്കാറ് ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്താൽ? ശ്രദ്ധിക്കണേ, ഞാനിത് മായ്ച്ചു കളയാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഫിഗർ? ഈ സെറ്റിന് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ വരകളെല്ലാം കൂടി ഒരു ഗ്രൂപ്പാവും. ഈ വരകളെല്ലാം കൂടി ഒരു ഗ്രൂപ്പാവും. കുറേ വരകൾ ഒരു ഗ്രൂപ്പാവും. കുറേ വര ഒരു ഗ്രൂപ്പാവും. വേറെ കുറേ വരകൾ വേറെ ഗ്രൂപ്പാവും. വേറെ കുറേ വരകൾ വേറെ ഗ്രൂപ്പാവും. ഇങ്ങനെ മനസ്സിലുണ്ടോ? വേറെ കുറേ വരകൾ ഇങ്ങനെയാവും, ഇങ്ങനെ. വേറെ കുറേ വരകൾ ഇങ്ങനെയാവും. വേറെ കുറേ വരകൾ ഇങ്ങനെ. ഇത് വേറെ വേറെയാണ് കേട്ടോ. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇതിലൊന്നും പെടാത്ത വരെയാണ്. വെർട്ടിക്കലാവുമ്പം ഇങ്ങനെ ഹൊറിസോണ്ടൽ, ട്യൂസ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ, ലൈൻ, പാരലൽ, പെർപെൻഡിക്കുലർ. പിന്നെ കുറച്ച് ഇങ്ങനെ കുറച്ചും കൂടി ചെരിഞ്ഞിട്ടാവും, കുറച്ചും കൂടി ചെരിഞ്ഞിട്ട് ഇങ്ങനെ. ശ്രദ്ധിക്കണം. അതായത് ഈ എല്ലാ വരകളും ദിസ് ഗ്രൂപ്പ് ഈസ് പാരലൽ ഓഫ് വൺ കൈൻഡ്, ദിസ് ഗ്രൂപ്പ് ഈസ് പാരലൽ ഓഫ് അനദർ കൈൻഡ്, ദിസ് ഗ്രൂപ്പ് ഈസ് പാരലൽ ഓഫ് അനദർ കൈൻഡ്, ദിസ് ഗ്രൂപ്പ് ഈസ് പാരലൽ ഓഫ് അനദർ കൈൻഡ്, ദിസ് ഗ്രൂപ്പ് ഈസ് ഓൾസോ പാരലൽ ഓഫ് അനദർ കൈൻഡ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫുൾ സെറ്റിൽ കുറേ വരകളുണ്ടായിരുന്നു. ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തതായി അതെല്ലാം കൂടി ഗ്രൂപ്പായി. ദ ഹോൾ സെറ്റ്, ഇതിപ്പോൾ എ ആണ് സെറ്റെങ്കിൽ ദ ഹോൾ സെറ്റ് ഈസ് പാർട്ടീഷൻ എന്നാണ് വേർഡ്. പാർട്ടീഷൻ. പാർട്ടീഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വത്തൊക്കെ ഭാഗിക്കുക പറയില്ലേ, അതുപോലെ പാർട്ടീഷൻ ചെയ്തു. ആ ഹോൾ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യും. പാർട്ടീഷൻ ചെയ്ത് എന്താ സംഭവിക്കുക? കുറേ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റാവും. ഇതൊരു ക്ലാസ്സാണ്, ഇതൊരു സെറ്റാണ്, ഇതൊരു സെറ്റാണ്, ഇതൊരു സെറ്റാണ്, ഇത് സെറ്റാണ്. അപ്പം ഈ സെറ്റെല്ലാം കൂടി കൂടിയാൽ എ കിട്ടും. അതിനാണ് പാർട്ടീഷൻ എന്ന് പറയാം. അപ്പോൾ ദ പാർട്ടീഷൻ ഇൻ ടു ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ്. അപ്പോൾ ഇതിൽ എത്ര ക്ലാസ് ഉണ്ട്? 1, 2, 3, 4, 5 ക്ലാസ് ഉണ്ട്. 5 ക്ലാസ്സിനെ ആണെന്നില്ല ഇഷ്ടംപോലെ ഗ്രൂപ്പാക്കാം. ഡിസ്ജോയിൻറ്റ് ക്ലാസ്സസ്. എന്തായിരിക്കും ആ ക്ലാസ്സിൻ്റെ പ്രത്യേകത? ഒരു ക്ലാസ്സിൽ ഒരു പ്രകാരത്തിൽ ബന്ധമുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു പ്രകാരത്തിൽ പാരലലായിട്ടുള്ള ആൾക്കാർ മാത്രം. പിന്നെയോ ഈ ക്ലാസ്സിലത്തെ ഒരാളും ഈ ക്ലാസ്സിലത്തെ ഒരാളും കൂടി ഈ ബന്ധം ഉണ്ടാവില്ല. എന്താ ഈ ബന്ധം?
പാരലൽ ടു ആയിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ദ ഹോൾ സെറ്റ് വിൽ ബി പാർട്ടീഷൻഡ് into some disjoint classes where any two member of the same class will be only having the relationship defined on it. But parallel to, and any two members of two different classes will not be having the relationship defined on it. Is it clear? അതാണ് ഇക്വാലൻസ് റിലേഷൻ്റെ ദൗത്യം, ഇക്വാലൻസ് റിലേഷൻ്റെ പ്രോപ്പർട്ടി. ഒരു സെറ്റിന് സംഭവിക്കുന്നത് എപ്പം ഒരു ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്താൽ. അപ്പോൾ ഇഫ് എൻ ഇക്വാലൻസ് റിലേഷൻ ഇസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ്, ദാറ്റ് സെറ്റ് വിൽ ഗെറ്റ് പാർട്ടീഷൻഡ് into disjoint classes. Disjoint ആണ് ഇതൊക്കെ, disjoint ആണ് classes where every two member of each class, any two member of each class will be having only the relationship defined on it, and any two members of two different classes will not be having the relationship defined on it. Okay, by this we conclude this relations part. Okay, relations part. We'll be discussing some problems, exercises and so on. We'll be discussing in the next module. Okay, thank you. Bye.